ഹൈന്ദവ കുടുംബത്തിൽ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ചവനാ. കാളിമല എന്ന് പറയുന്ന സ്ഥലം, കുരിശുമലയുടെ വെള്ളടക്കപ്പുറം കാളിമലയിൽ ഞാൻ ജനിച്ചവനാ. എൻ്റെ പിതാവ് ശ്രീധരൻ ആശാൻ എന്ന തൻ്റെ പേര്. കുഞ്ഞു പ്രായം മുതൽ അദ്ദേഹം പ്രൈസലോട് പിശാചിനെ സേവിച്ചു. 3 ദേവതകൾ, 1 മല്ലക്കരിങ്കാളി, 2 ഭദ്രകാളി, 3 ശിവൻ. ഇവരെ സേവിച്ചും ആരാധിച്ചും പൂജിച്ചും വന്ന മനുഷ്യനാ എൻ്റെ പിതാവ്. ഹല്ലേലൂയ. 21-41 10-7 ദിവസങ്ങൾ കാട്ടിനകത്ത് വ്രതമെടുത്ത് ഇരുന്ന് പ്രാർത്ഥിച്ച് തൻ്റെ ദേവതകളെ പറഞ്ഞ് അയക്ക് ഇന്നത് ചെയ്തിട്ടുവാ എന്ന് പറഞ്ഞ് അങ്ങനെ ആ കുടുംബത്തിനകത്ത് മൂത്ത മകനെ, എൻ്റെ അമ്മയുടെ പേര് സരസ്വതി അമ്മ എന്ന മൂത്ത മകനെ ഞാൻ ജനിക്കുവാനിടയായി. എൻ്റെ മാതാവിൻ്റെ പിതാവിന് 4 മക്കളാ. ഹല്ലേലൂയ. എൻ്റെ പിതാവ് വളരെ സ്നേഹിക്കുന്ന മനുഷ്യൻ. എന്നെ അദ്ദേഹം 2022 12 ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മരിച്ചു. 86-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് മരിച്ചു. മരിക്കുന്ന ചില മണിക്കൂർ വരെ എന്നെ വിളിക്കുന്നത് മക്കളെ എന്നാ വിളിക്കുന്നേ. അത്ര സ്നേഹിക്കുന്ന എൻ്റെ പിതാവ് എൻ്റെ 6.5 വയസ്സിൽ ഞാൻ രോഗിയായി മാറി. 6.5 വയസ്സിൽ 6.5 വയസ്സ് മുതൽ 7.5 വയസ്സ് വരെ എൻ്റെ പിതാവ് എല്ലാ സ്ഥലവും കൊണ്ടുകിടന്നു. ക്ഷേത്രങ്ങളിൽ, പ്രത്യേക തീർത്ഥാടന സ്ഥലങ്ങളിൽ, പൂജകൾക്ക്, അതുപോലെ മന്ത്രവാദിയുടെ അടുക്കലേക്ക് കൊണ്ടുപെടുന്നു. എനിക്ക് വേണ്ട ചികിത്സകൾ ചെയ്തു നോക്കി. എൻ്റെ പിതാവ് സ്വന്തമായി ഒത്തിരി കർമ്മങ്ങൾ ചെയ്തു നോക്കി. രക്ഷയില്ല. 7.5 വയസ്സായപ്പോ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങള ഒരു ആർമിക്കാരന്, പട്ടാളക്കാരൻ. എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ 12 മക്കളാ. എൻ്റെ അമ്മ 9ാമത്തെ വ്യക്തിയാ. എൻ്റെ പിതാവ് എൻ്റെ കുടുംബത്തിൽ 9 മക്കളാ. എൻ്റെ പിതാവ് 7ാമത്തെ വ്യക്തിയാ. ശ്രദ്ധിക്കണമേ, ഈ അങ്കിൾ എൻ്റെ അമ്മയെ കാണാൻ വരുമ്പോ, തൻ്റെ പെങ്ങളെ കാണാൻ വരുമ്പോ ഞാൻ പ്രൈസലെ കണ്ണൊക്കെ അടച്ച് കയ്യും കാലൊക്കെ നീട്ടി ശരീരത്തിൽ നീരുമായി കിടക്കുന്ന ഒരു ബാലനെ കണ്ടു. എൻ്റെ അങ്കിളാണ്. കണ്ടിട്ട് ചോദിച്ചു, ചേച്ചി ഇവൻ ഇങ്ങനെ കിടക്കുന്ന എന്തുകൊണ്ടാ? എൻ്റെ അമ്മ പറയും, ഇത്തിരി ദിവസം കൊണ്ട് ചികിത്സകൾ ചെയ്തു, കർമ്മങ്ങൾ ചെയ്തു, അവൻ ഭേദമാക്കില്ല. കിട്ടുന്നെങ്കിൽ എടുക്കാം. അതാ മരിക്കും ഉറപ്പാ. കണ്ടു തിരിച്ചറിഞ്ഞു. എൻ്റെ അങ്കിളിൻ്റെ തൻ്റെ നിർബന്ധപ്രകാരം ഒരു അംബാസഡർ കാർ പിടിച്ചിരുന്നത്തെ പോലെ 108 ആംബുലൻസും മാരുതിയും ഇങ്ങനെയൊന്നും കാണുന്നില്ല. ഒരു അംബാസഡർ കാർ പിടിച്ചു കൊണ്ടുവന്ന് എന്നെ ഈ അങ്കിൾ എൻ്റെ അമ്മയും വിളിച്ചതിനും അപ്പയും വിളിച്ച് കാറിലേക്ക് കയറ്റി തിരിച്ചു. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, ഇന്നത്തെ ഫേമസ് ഇല്ല, അന്ന് ഏറ്റവും അറിയപ്പെടുന്നത് തമിഴ്നാട്. എൻ്റെ മാതാവിൻ്റെ കുടുംബം തമിഴ്നാടായുണ്ട്. ആ ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഇന്നറിയപ്പെടുന്ന കണ്ണാമൂടിനടുത്ത് വലിയ സെക്ക് പോസ്റ്റ് ഉണ്ട്. ഇന്ന് ഇല്ല. അന്ന് സെക്ക് പോസ്റ്റ് ഉണ്ട്. കാരണം അന്ന് അരി പിടിക്കുന്ന കാലഘട്ടം. ഇന്ന് കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യം ഇതൊക്കെ പിടിക്കുന്ന, അന്ന് അരി പിടിക്കുന്ന കാലഘട്ടമാണ്. സ്വോത്രം. വണ്ടി സെക്ക് പോട്ട് താത്തിട്ട് വണ്ടി പരിശോധിക്കുമ്പോ ഞാൻ എൻ്റെ അമ്മാമ്മയുടെ, എൻ്റെ അങ്കിളിൻ്റെ മടി കിടക്കുകയാണ്. എൻ്റെ അമ്മാമ്മയോട് പോലീസ് അത് SI ചോദിക്കുക, പട്ടി இந்த പേരപ്പള്ളി എങ്ക കൊണ്ടു പോറീങ്ക? എൻ്റെ അമ്മ പറഞ്ഞു, കോട്ടാർ ആശുപത്രിക്ക്. നീങ്ക കൊണ്ടുപോണ്ട തിലിപ്പ വീട്ടിലെ കൊണ്ടുപോകെ. വീട്ടിൽ കൊണ്ടുപോയി ഇത് പിളയ്ക്കാതെ ഇവൻ ചത്തുപോകാൻ. വയറൊക്കെ നീരാകല്ല, മുഖം നീരാകല്ല, ഇവൻ പിളയ്ക്കാൻ മട്ടം കൊണ്ടുപോകാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം കണ്ട മനസ്സിലായി മരിച്ചു പോകും. എന്നെ 7.5 വയസ്സിൽ തമിഴ്നാട് കോട്ടാർ ആശുപത്രിയിൽ കൊണ്ടെത്തിക്കുവാനിടയായി. എൻ്റെ അങ്കിൾ പട്ടാളക്കാരനായതുകൊണ്ട് പരിഗണന കൊടുത്ത് എന്നെ, മരിക്കാറായ എന്നെ അതിനകത്തോട്ട് കയറ്റി. ശ്രദ്ധിക്കണമേ, അങ്ങനെ 7.5 വയസ്സ് മുതൽ 8 വയസ്സ് വരെ അവരെന്നെ പഠിച്ചു. അവിടുത്തെ ഡാക്ടർമാർ, നേഴ്സുമാർ പഠിച്ചു. 8 വയസ്സ്, ഒരു വ്യാഴാഴ്ച ഉച്ച കഴിയുമ്പോൾ, എന്നെ 8 വയസ്സ് നന്ന് ഉച്ച കഴിയുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ശ്വാസം പോയി, കാറ്റ് പോയി. അപ്പോൾ അധികാരി വന്ന് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്ന ചെറുക്കൻ, ആ കൊച്ചുബാലൻ മരിച്ചുപോയി. എൻ്റെ പിതാവ് ഉറക്കം നിലവിളിച്ചു, മാതാവ് നിലവിളിച്ചു, കൂട്ടം നിലവിളിയായി. അല്പസമയം കഴിയുമ്പോൾ വെള്ള തുണിയിൽ പൊതിഞ്ഞ് അത് നൂലുകൊണ്ട് കെട്ടി കറക്റ്റായി എൻ്റെ അങ്കിളിൻ്റെ കയ്യിൽ എൻ്റെ പപ്പയുടെ കൈ കൊണ്ട് കൊടുത്തു. ആര് പറഞ്ഞു, അവൻ നീങ്ക ഇത് പാക്കണ്ട, നീങ്ക പാത്തതല്ല, ഇവനൊന്നും കണ്ടതല്ലേ, ഇനി വേറെ ആർക്കും കാണിക്കണ്ട. കാരണം 2 കണ്ണും തള്ളിയിട്ടുണ്ട്.
ഇവന്റെ നാക്ക് തള്ളിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭദ്രകാളിയുടെ രൂപം എങ്ങനെയാണോ അതേ രൂപത്തിൽ എൻ്റെ മുഖരൂപം മാറി ആര് കണ്ടാലും പേടിച്ചു പോകുന്ന ഒരു മുഖരൂപമായതുകൊണ്ട് ഈ ശരീരത്തെ ഇതുപോലെ കൊണ്ട് നിങ്ങൾ മറവ് ചെയ്യാൻ പറഞ്ഞു. ഈ ബോഡിയെ എൻ്റെ പിതാവിൻ്റെ സ്വന്തം സ്ഥലം ആ കാളിമല എന്നെ അംബാസഡർ കാറിൽ കൊണ്ടുപോയി ആ കാളിമലയിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. ശ്രദ്ധിക്കണമേ, എൻ്റെ പിതാവിൻ്റെ ചില ശിഷ്യന്മാർ നെടുവങ്ങാട്, അപ്പോൾ തന്നെ ആന്നാട്, പാലോട്, ബിദിരയിൽ നിന്നൊക്കെ ചില വ്യക്തികൾ എൻ്റെ പിതാവിൻ്റെ മകൻ, ആശാന്റെ മകൻ എന്ന് പറഞ്ഞ് തൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി ചോദിച്ചു, ആശാനെ, താങ്കളുടെ മകൻ എങ്ങനെ മരിച്ചെന്ന് താങ്കൾ സേവിക്കുന്ന ദേവതകൾ പറഞ്ഞില്ലേ? സ്തോത്രം. നമ്മോട് ദൈവമുണ്ടെങ്കിൽ ദൈവം ഒരനർത്ഥം വരുന്നതിന് മുമ്പ് എൻ്റെ ദൈവം വെളിപ്പെടുത്തും. ഇവിടെ ഇരിക്കുന്ന ആവശ്യത്തിനറിയാതെ സഭയിൽ ഒരു ദോഷം വരത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ ദേശത്തിലെ കാവൽക്കാരാണ് നിങ്ങൾ. സ്വോത്രം. ഞാൻ പറയും, ഈ ദേശത്ത് ഒരു അനിഷ്ട സംഭവം വരണമെങ്കിൽ പോലും ദൈവം നിങ്ങളെ കാണിക്കും. അത് പാസ്റ്ററോ വിശ്വാസിയോ സെക്രട്ടറിയോ കർത്താവിന്റെ ദാസന്മാരെയോ ദൈവം വെളിപ്പെടുത്താതെ അത് സംഭവിക്കുന്ന. കാരണം ഈ ദേശത്തെ നിങ്ങളുടെ കൈ ദൈവം തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെന്ന് കൽപ്പിച്ച സംഭവിക്കും. അപ്പോൾ എൻ്റെ പിതാവിനോട് ചോദിച്ചു, അറിയിച്ചില്ല താങ്കൾ സേവിച്ച ദേവന്മാര് തൻ്റെ മകനെ അടിച്ചുകൊണ്ട് പോയതാണെങ്കിലോ, താൻ സേവിച്ചു വരുന്ന ദേവന്മാരെ അടിച്ചുകൊണ്ട് പോയതാണെങ്കിലോ അതെങ്ങനെ അറിഞ്ഞുകൂടാ. ഈ വന്ന വ്യക്തി നെടുവങ്ങാടിനപ്പുറം ആനാട്ടിലുള്ള ഒരു മനുഷ്യനാണ് ചോദിച്ചത്. അപ്പൊ ഞങ്ങളുടെ അടുക്കിൽ ഒരു പ്രവാചകിയുണ്ട്. ആ പ്രവാചകി അടുക്കൽ ചെന്നാൽ ആ പ്രവാചകി പറയും തൻ്റെ മകൻ എങ്ങനെ മരിച്ചു എന്ന് പ്രവചിച്ചു പറയുന്ന ഒരു പ്രവാചകി നെടുവങ്ങാടിനപ്പുറം ആനാടിനിപ്പുറം കല്ലടക്കുന്നിലുണ്ടെന്നും. സ്വോത്രം. എനിക്കറിയത്തില്ല, ഞാൻ ഇവിടെ വന്നിട്ടില്ല, എൻ്റെ 8 വയസ്സാ. സ്വോത്രം. ശ്രദ്ധിക്കണമേ, ഞാൻ ജീവൻ നഷ്ടപ്പെടുകയാ. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ എന്നാൽ ആ വ്യക്തിയെ ഒന്ന് കാണാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന ബോഡി കൊണ്ടുവന്ന കാറിൽ എൻ്റെ പിതാവും തൻ്റെ 3 ശിഷ്യന്മാരും കൂടെ ഈ കാറിനകത്ത് കയറി. എനിക്ക് പിതാവിന് അന്ന് 3 വീടുണ്ട്. 3 വീട്. ഹല്ലേലൂയ. 3 വീട്ടിൽ 3 തെക്കതുണ്ട്. അപ്പൊ പിതാവ് പറഞ്ഞു, ഇത് മൂത്ത മകനാണ്, ഇവനെ വീട്ടിനകത്തടക്കണം. വീട്ടിനകത്തടക്കണം. കുഴിവെട്ടാൻ ആൾ വന്നു. പെട്ടി ഉണ്ടാക്കി. ഇന്നത്തെ പോലെ റെഡിമെയ്ഡ് സൂട്ട്കേസ് അന്ന് കിട്ടത്തില്ല. അന്ന് മാമ്പൊലവ, റബ്ബർ പൊലവ, അപ്പോൾ തന്നെ പുളിയം പൊലവ കിട്ടി. ഇതുകൊണ്ട് പെട്ടി ഉണ്ടാക്കുന്നേ. ഏത് കോടീശ്വരനായാലും ശരി ഈ പെട്ടിയിൽ അടക്കൂ. സ്വോത്രം. അങ്ങനെ പെട്ടി ഉണ്ടാക്കാൻ ആൾ വന്നു, കുഴിവെട്ടാൻ ആൾ വന്നപ്പോൾ സ്നേഹമുള്ള ചില തള്ളമാര് എന്നെ കുളിപ്പിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ പ്രവാചികടുക്കലേക്ക് എൻ്റെ പിതാവ് 3 തൻ്റെ സ്നേഹിതന്മാരുമായി കാറിൽ വരുന്നത്. ആ പ്രദേശം കല്ലടക്കുന്നെന്ന് ഒരു തേരി കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ ഒരു കശുവണ്ടി തോട്ടമുണ്ടെന്ന്. അവിടെ അതിൻ്റെ ഇടയ്ക്ക് നടുവിൽ ഒരു ഷെട്ടുണ്ട്. മുള കീറി അഴിയടിക്കപ്പെട്ടൊരു ഷെട്ട്. സന്ധ്യയാകുന്ന സമയത്ത് ആ ഷെട്ടിന്റെ അകത്ത് ചിമ്മിനി വിളക്ക് തൂക്കിയിട്ടിട്ട് മുഴങ്കാല് മടക്കി കരയുന്ന ഒരു തള്ള അവിടെ ഇരിപ്പുണ്ട്. സ്വത്രം. ജനമില്ല, കരയുന്ന ഒരു തള്ള അവിടെ ഇരിപ്പുണ്ട്. ഇവർ കാറിൽ നിന്ന് ഇതുപോലെ ഷെട്ടിന്റെ വെളിയിലെത്തുമ്പോൾ ഈ പ്രവാചകിയാകുന്ന ഈ സ്ത്രീ വിളിച്ചേ, മന്ത്രവാദിയേ. സ്വോത്ര. നമ്മൾ ചർച്ചിന്റെ ഫ്രണ്ടിൽ ഒരു വ്യക്തി വന്നാൽ സ്നേഹിത, സഹോദര, അഭിഷക്തനെ എന്ന് വിളിക്കൂ. ഏത് കള്ളനായാലും നമ്മൾ അങ്ങനെ വിളിക്കൂ. പക്ഷെ പ്രവാചകി വിളിച്ചത് മന്ത്രവാദി എന്ന. സ്വോത്രം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ആ വിളിയുടെ മുമ്പിൽ എൻ്റെ പിതാവിൻ്റെ ഏപ്പാടിപ്പോയി. ഹല്ലേലൂയ. എന്നിട്ടോ പറഞ്ഞു, നിന്റെ മകൻ മരിച്ചെന്നല്ലേ നീ വന്നേ? നിന്റെ മകൻ മരിച്ചിട്ടില്ല. എൻ്റെ ദാസി അയച്ച് നിന്റെ മകനെ ഞാൻ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാ പ്രവചനം, അതാ ദൈവശബ്ദം.
നമ്മളൊക്കെ പ്രവചിക്കുന്നവരെ, ദൂത പറയുന്നവരെ കേട്ടോ. പക്ഷെ ദൈവം പറഞ്ഞാൽ ഒരുവന്റെ ഹൃദയത്തിനകത്ത് സ്പർശനമുണ്ടാകാം. സ്വതര ആ വിളിയുടെ മുമ്പിൽ എൻ്റെ പിതാവ് ആടിപ്പോയി. ഒരു മനുഷ്യന് ആട്ടിക്കളയാൻ കഴിയാത്ത ധൈര്യശാലിയാ. പക്ഷെ ഈ തള്ള ഉടനെ എഴുന്നേറ്റ് കേട്ടോ. നമ്മളെങ്കിൽ ചോദിക്കും, നീ ഏത് ജാതി, ഏത് മതം, ഏത് പള്ളിയിൽ പോകുന്നു, രക്ഷിക്കപ്പെടുമോ, സ്നാനപ്പെടുമോ, എൻ്റെ പള്ളി വരുമോ എന്നൊക്കെ ചോദിക്കാതെ കൈവയ്ക്കത്തില്ലല്ലോ. വയ്ക്കോ? കൈവയ്ക്കോ? വയ്ക്കത്തില്ല. ഈ തള്ള ഉടനെ എഴുന്നേറ്റു. തന്റെ വേദോസന്മാരോട് ചേർത്ത് വെച്ച് ഈ മന്ത്രവാദിയുടെ കാലിനകത്തോട്ട് കയറി നേരെ അവൻ കാളിമലയിലേക്ക് വന്നു. കല്ലടക്കുന്ന നിന്ന് കാളിമലയിലേക്ക് വണ്ടി വന്നു. അപ്പൊ പ്രൈസലോട് ഇവിടെ പെട്ടി റെഡി അക്ക, എന്നെ കിടത്തി ഉറക്കാൻ പെട്ടി റെഡി, കുഴിച്ചിടാൻ കുഴി റെഡി, കുളിപ്പിക്കാൻ വെള്ളം റെഡി. ഹല്ലേലൂയ. അവൻ പ്രൈസലോട് കുളിപ്പിച്ച് ധരിക്കുവാൻ വസ്ത്രം റെഡിയായിരിക്കുമ്പോഴാ പ്രാർത്ഥിക്കുന്ന ഒരു തള്ള വന്നേ. ഇന്ന് രാത്രി ഞാൻ പറയാം, അവർ മരണ വീട്ടിൽ വരുന്നവര് അവര് വാച്ചൊക്കെ നോക്കി എപ്പോഴാ ഇതെടുക്കുന്നേ പോകുന്നേ. പശുവിന് പാല് കറക്കണം, കടയിൽ കൊണ്ടു കൊടുക്കണം, ഭർത്താവിന് ചോറ് കൊടുക്കണം, കുളിക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. അവർ ധൃതപ്പെട്ട് നിൽക്കുകയാ. പക്ഷെ ഈ തള്ള വന്നിട്ട് ആദ്യം പ്രൈസലോട് എൻ്റെ മുഖത്തിലെ തുണി ഊരി മാറ്റി, മുഖത്തിലെ മുക്കിലെ പഞ്ഞിയെടുത്തു മാറ്റി, കയ്യക്കാരി കെട്ടടിച്ചു, തുണി മാറ്റി, ഹല്ലേലൂയ, മുഖത്തിലെ പുതച്ചിരുന്ന തുണി മാറ്റി മുട്ടുമടക്കി പ്രാർത്ഥിക്കാനെടുക്ക. ഞാൻ ഒരു കാര്യം പറയാം, മരിച്ച ബോഡിയുടെ മുമ്പിൽ ഒരു തള്ള മുഴങ്കാലി മടക്കി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ കുഴിവെട്ടാൻ വന്ന വ്യക്തി പോയി, പെട്ടി ഉണ്ടാക്കിയ വ്യക്തി പോയി, കുളിപ്പിച്ച വ്യക്തി മാറി. പക്ഷേ ഹല്ലേലൂയ, പുതച്ച് കാണാൻ ആഗ്രഹിച്ച വ്യക്തികൾ പലരങ്ങ് പോയി കേട്ടോ. ഒറ്റ രാത്രി മുഴുവനും ഈ ബോഡിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു തള്ളയെ ഉണ്ടായിരുന്നു. സോത്ര ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചവരുണ്ട്, നമ്മുടെ സഭയിൽ മരിച്ചവരുണ്ട്. ആ ബോഡിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിട്ടുണ്ടോ? ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞ ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര കൃപയുണ്ട് നമ്മളൊക്കെ പറയും, തുള്ളിച്ചാടി പറയും. പക്ഷെ ഞാൻ പറയാം, കൃപയുള്ളവൻ മരിച്ചവന്റെ മുമ്പിൽ നിന്ന് കരയും, പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ തള്ള ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ ആ രാത്രി ആരോ തള്ളയ്ക്ക് കുടിക്കാൻ എനിക്ക് ദൈവദാസൻ വെള്ളം കൊണ്ടുവച്ചതുപോലെ ആരോ വെള്ളം കൊണ്ടുവച്ചിരുന്നു. രാവിലെ 6 മണിയോടക്കുമ്പോ എൻ്റെ പിതാവിൻ്റെ ഒരു കൈയിൽ സ്വന്തമായി വാറ്റി ഉണ്ടാക്കുന്ന വാറ്റിച്ചാരായം, ഒരു കൈയിൽ താൻ വലിക്കുന്ന ചുരുട്ട് വലിച്ചുകൊണ്ട് വീട്ടിന്റെ ഫ്രണ്ട് നിൽക്കുക. രണ്ടാമത് വിളിക്കുക, മന്ത്രവാദിയെ കേറി വാ. അല്ലെങ്കിൽ പേരറിയത്തില്ല, ആ തള്ളയ്ക്ക് പേരറിയുണ്ട മന്ത്രവാദി വിളിച്ചത്. കയറി വരാൻ പറഞ്ഞു. അടുക്കൽ വരുമ്പോ തന്റെ മദ്യക്കുപ്പി മാറ്റിവെച്ചു. അവൻ ചുരുട്ട് ദൂരെ എറിഞ്ഞു. അവൻ ഇത് പറയുക, നിന്റെ മകൻ മരിക്കത്തില്ല, അവൻ ജീവനോടിരുന്ന യഹോവയുടെ പ്രവൃത്തി വർണ്ണിക്കും. രണ്ടാമത്തെ ദൂത്, നിന്റെ മകൻ മുഖാന്തരം നിന്റെ ആചാരങ്ങൾ കർമ്മങ്ങൾ ഞാൻ തച്ചുടയ്ക്കും. വേറെ ദൂത് പറഞ്ഞില്ല കേട്ടോ. ആ ദൂത് പറഞ്ഞു തീരുകയും തന്റെ അടുക്കിലിരുന്ന ആ മൊന്തയിലിരുന്ന വെള്ളത്തെ അവൻ സ്വർഗത്തിലേക്ക് നോക്കി ആ തള്ള ഉയർത്തി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് തൻ്റെ വലത് കയ്യിൽ കുമ്പിളിൽ ഈ വെള്ളം കുറച്ചൊഴിച്ചിട്ട് മരിച്ച് ഹല്ലേലൂയ ഒരു ദിവസം പഴക്കമുള്ള ഈ ശവത്തിന്റെ മുഖത്തിലേക്ക് അടിച്ചു. ശ്രദ്ധിക്കണം, 2 മിനിറ്റ് കഴിഞ്ഞപ്പോ 2 കണ്ണ് ഓമലി വെട്ടി. എൻ്റെ അമ്മ പറയാറുണ്ട്, ഇപ്പൊ പ്രൈസ് എന്നും പറയാറുണ്ട്, അവൻ 2 കണ്ണും ഓമലി വെട്ടി. കണ്ണു തുറന്നു, ശരീരം ചലിച്ചില്ല, അവൻ വാ തുറന്നില്ല. തള്ളയുടെ കയ്യിൽ ഒരു വെള്ള തൂവാല ഉണ്ടായിരുന്നു. ഈ തൂവാല ഈ വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ നനച്ചു. 6 മാസം വെള്ളമിറങ്ങാതെ, വാ തുറക്കാതെ, സംസാരിക്കാതെ, നാവും അമ്മയും വായും ഒട്ടിപ്പോയതാ. സ്വത്ര ഈ വെള്ളം 15 മിനിറ്റോളം എൻ്റെ നാവ് നനച്ചു. കൊവുന്നപ്പോ ഹല്ലേലൂയ വാ തുറന്നു, അമ്മ എന്ന് വിളിച്ചു. സ്വത്ര പ്രൈസ് ദി ലോർഡ്. ആ വിളി കഴിഞ്ഞപ്പോ ശരീരം ചലിച്ചു, എന്നെ എഴുന്നേൽപ്പിച്ചു. 8ാമത്തെ വയസ്സിൽ ഇന്ന്
62 വയസ്സ് എനിക്ക് ഉണ്ട്. നിങ്ങളുടെ മുമ്പിൽ ജീവനോടെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 8-ാമത്തെ വയസ്സിൽ മരിച്ചവനെ കേട്ടോ. ഞാനിത് പറയാൻ ആഗ്രഹിച്ചതല്ല. കർത്തദാസൻ എൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ലെറ്റർ എഴുതിക്കൊണ്ട് വെച്ചു, സാക്ഷ്യം പറയണമെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയാം. അപ്പോൾ ഞാൻ എവിടെയാ ജനിച്ചത്? മന്ത്രവാദിയുടെ കുടുംബത്തില. ഒരു വ്യക്തിയെ ദൈവം ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ, സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ, നീ എവിടെ ഒളിച്ചോടിയാലും, നീ എവിടെ ഓടി വിളിച്ചാലും ദൈവം നിന്നെ വിടത്തില്ല. ഞാൻ യേശുവിനെ അറിഞ്ഞിട്ടില്ല കേട്ടോ. യേശുവിനെ എനിക്കറിയത്തില്ല. യേശു ആരെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പ്രാർത്ഥിച്ച മാതാവ് അങ്ങ് പോയി, എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ മാതാവ് ദൈവത്തെ അറിഞ്ഞില്ല, പിതാവ് ദൈവത്തെ അറിഞ്ഞില്ല. ഞങ്ങൾ മുൻപോട്ട് പോയി. എൻ്റെ പിതാവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എനിക്ക് ജീവൻ തന്ന ചില മാസങ്ങൾ 4 മാസമായപ്പോ എൻ്റെ മാതാവ് 4ാമത്തെ കുഞ്ഞിനെ ജന്മം നൽകി. ഞാൻ മരിച്ച് ദൈവം ജീവനെ തന്നു. 4ാമത്തെ മാസമായപ്പോ എൻ്റെ അമ്മ 4ാമത്തെ കുഞ്ഞിനെ ജന്മം നൽകി. വീട്ടിനകത്ത് കേട്ടോ, 4 മക്കളെയും എൻ്റെ അമ്മ വീട്ടിനകത്ത് പ്രസവിച്ച് ഒരു സൂതകർമ്മിണികളെ തൊടാതെ എൻ്റെ മാതാവ് 4 കുഞ്ഞുങ്ങളെ പ്രസവിക്കാനിടയായി. 4ാമത്തെ കുഞ്ഞ് പ്രസവിക്കുമ്പോൾ എൻ്റെ മാതാവ് 2 രോഗം, 1 ആസ്മ രോഗം, 2 ബ്ലീഡിങ് രോഗം. ആസ്മ രോഗം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മയെ നേരം വെളുക്കുവോളം എൻ്റെ കയ്യിൽ കിടത്തി ഉറക്കിയിട്ടുണ്ട്. എൻ്റെ കാൽ തുടയിൽ കിടത്തി ഉറക്കിയിട്ട് എൻ്റെ അമ്മയെ. എൻ്റെ അമ്മ 8-9 വയസ്സും 10 വയസ്സ് പ്രായത്തില്ല. ഹല്ലേലൂയ. വെള്ളം കുടിക്കാൻ കഴിയത്തില്ല, എഴുന്നേറ്റിരിക്കാൻ കഴിയത്തില്ല, ആഹാരം കഴിക്കാൻ കഴിയത്തില്ല, ഉറങ്ങാൻ 2 രോഗമാ. 1 ആസ്മ രോഗം, 2 ബ്ലീഡിങ് രോഗം. സ്വന്തം കുഞ്ഞിനെ, അമ്മ പ്രസവിച്ച കുഞ്ഞിനെ മുലവൂട്ടാത്ത 4ാമത്തെ കുഞ്ഞിനെ എൻ്റെ അമ്മ മുലവൂട്ടാൻ കഴിഞ്ഞിട്ടില്ല. അമ്മ മുലപ്പാല് കുടിച്ചിട്ടില്ല. എൻ്റെ പിതാവ് എൻ്റെ അമ്മ പ്രസവിച്ച് 5ാമത്തെ ദിവസം എൻ്റെ പിതാവ് രോഗിയായി മാറി കേട്ടോ. ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ദൈവം തൊട്ടാൽ സകലത്തെ ഇതിനകത്ത് കൊണ്ടുവരാൻ ദൈവം ശക്തനാ. എനിക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തു കേട്ടോ. ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രാപിച്ചിട്ട് നിനക്ക് ഓടാന്ന് ചിന്തിക്കണ്ട. നീ വിഴുങ്ങിയിരിക്കുന്ന ചൂണ്ട വലുതാ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ദൈവം തന്ന ഇരയുണ്ടല്ലോ, ഇരയ്ക്കകത്തൊരു ചൂണ്ടയുണ്ട്. ചില ചിന്തിക്കുന്നേ, എനിക്ക് രോഗസൗഖ്യം കിട്ടിയല്ലോ, ഇനി എവിടെയും പോകാം, എവിടെയും ജീവിക്കാം. നിന്റെ തോന്നല ആ ചൂണ്ട ഇടക്കിടക്ക് ഒരു വലിക്കും. നീ വന്നേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, എൻ്റെ പിതാവ് രോഗിയായി മാറി, എൻ്റെ മാതാവ് രോഗിയായി മാറി. എൻ്റെ പിതാവിൻ്റെ രോഗം, താൻ പൈസ വാറ്റിച്ചാരായും കുടിച്ച് ആഹാരം കഴിക്കാതെ 21-40 ഹല്ലേലൂയ വ്രതമെടുത്ത് ചാരായി വാറ്റിച്ചാരായം കുടിച്ച് കുടലൊക്കെ പഴുത്തു. അങ്ങനെ ഹല്ലേലൂയ തന്നെ ആശുപത്രിച്ചു. ആമ 1 വീട് വിറ്റു, 2 വീട് വിറ്റു, 3 വീടും താൻ കിടക്കുന്ന സ്ഥലത്ത് വീട്ടിനകത്ത് വന്ന് റേഷൻ ഓഫീസറെ കൊണ്ടുവന്ന് ഒപ്പിട്ട് മേടിച്ചു. സ്വോത്രം. ഞാൻ ഓട്ടിച്ച് പറയാം, ചുരുക്കി പറയാം. എന്നിട്ട് പ്രൈസ് ദി ലോർഡ്. ആമേരിന്റെ പിതാവ് രോഗി, മാതാവ് രോഗി. എൻ്റെ 9ാമത്തെ വയസ്സിൽ കാളിമലയിൽ നിന്ന് പ്രൈസ് മേടിച്ച ആ ജമ്മി ഒരു കാളവണ്ടി കൊണ്ടുവന്ന് മേടിച്ച ആ പ്രൈസ് സ്ഥലവും വീടും 3 വീടും സ്ഥലവും മേടിച്ച വ്യക്തി ഒരു കാളവണ്ടിയെ കൊണ്ടുവന്ന് മന്ത്രവാദിയെയും ഭാര്യയെയും 4 മക്കളെയും കാളവണ്ടിക്കകത്ത് തൂക്കിക്കയറ്റി. എങ്ങനെയാ? കിടക്കുന്ന പായോട് തൂക്കിക്കയറ്റി. സ്വോത്രം. എൻ്റെ പിതാവ് ഒരു നല്ല മനുഷ്യൻ, എനിക്ക് മനസ്സിലായി. എൻ്റെ പിതാവ് ഭൂമിയും ആ വീടും കൊടുക്കും പറഞ്ഞു, ബാക്കിയെല്ലാം എനിക്ക് ഞാൻ തരാം, വേറെ ഒന്നും വേണ്ട. ഞാൻ സേവിച്ചു വരുന്ന 3 ദൈവങ്ങൾ എനിക്ക് വേണം. 3 ദൈവങ്ങൾ എനിക്ക്. ഇന്ന് ഞാൻ ചിന്തിക്കും കേട്ടോ, മനുഷ്യൻ എത്ര നല്ല മനുഷ്യനെന്ന്. ഹല്ലേലൂയ. പണ്ട് ചിന്തിച്ച ദുഷ്ടനെന്നാ കേട്ടോ. താൻ സേവിച്ചു വന്ന ദൈവത്തെ താൻ
വിൽക്കാൻ തുണിഞ്ഞില്ല കേട്ടോ. ഇന്ന് ശ്രദ്ധിക്കണം, ഇന്നത്തെ തലമുറ ഹല്ലേലൂയ സേവിച്ചു വന്ന ദൈവത്തെ, ആരാധിച്ചു വന്ന ദൈവത്തെ, ഹല്ലേലൂയ ഹല്ലേലൂയ എവിടെങ്കിലും വരുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് ദൈവത്തെ താമെ തള്ളി പറഞ്ഞിട്ട് ആ വ്യക്തിയോട് കൂടെ പോകുന്ന വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാം. വീടിന് വേണ്ടി ദൈവത്തെ വിൽക്കുന്നവരറിയാം, ഒരു ജോലിക്ക് വേണ്ടി ദൈവത്തെ വിൽക്കുന്നവരറിയാം. പക്ഷെ എന്റെ പിതാവ് മന്ത്രവാദിയ ദൂഷന, താൻ സേവിച്ചു വന്ന ദൈവത്തെ വിറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ആ കാളവണ്ടിക്കകത്ത് 3 ദൈവങ്ങളെ തൂക്കിക്കയറ്റി. കാളവണ്ടി അറിയാമല്ലോ, ടക്ക് ടക്കിന് അടിച്ചടിച്ച് വരുമ്പോൾ അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും, ദൈവവും അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും. അപ്പോഴൊക്കെ എനിക്ക് അത്ര അറിയത്തുള്ളൂ, ദൈവം നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഞങ്ങൾ പ്രൈസ് കന്നാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ന് ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഇന്ന് ഞങ്ങൾ വസിക്കുന്ന സ്ഥലം, ഇന്ന് ചർച്ചിരിക്കുന്ന സ്ഥലം, ഇന്നേക്ക് 19 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ചുടുകാടായിരുന്നു. ചുടുകാട്. ഹല്ലേലൂയ. ഒരു ജമ്മിയുടെ വകയായിരുന്നു. അവിടെ 6 ഏക്കർ വസ്തു ഒരു ജമ്മിയുടെ വകയായിരുന്നു. അത് കേസിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ഉടമ്പുള്ളും പിടിച്ച് അപ്പട്ടമുള്ളും പിടിച്ച് നിറഞ്ഞിടക്കുന്ന സ്ഥലമാ. ആരെങ്കിലും കന്നാമ്പുള്ള കാരക്കുണത്തോ മരിച്ചു കിടന്നാൽ അനാഥ പ്രേതങ്ങളെ കൊണ്ട് ചുടുന്ന സ്ഥലത്ത് ഈ കാളവണ്ടിയിൽ എൻ്റെ പിതാവിനെയും മാതാവിനെയും 4 മക്കളെയും ഒരു രാത്രി ഇവിടെ കൊണ്ട് വന്നു ഇറക്കി, പായോട് തൂക്കി ആ ചുടുകാടിൽ ഇറക്കി. അപ്പൊ തൊട്ടടുത്ത് ഈ മുറവൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ലൈറ്റല്ല, ചിമ്മിനി വിളക്കും കൊണ്ടെത്തിക്കൊണ്ടത് ആരെയോ ചുടാനോ അവൻ ദഹിപ്പിക്കാനോ കുഴിച്ചു മൂടാനോ ബോഡി കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് കാണാൻ വേണ്ടി വരുമ്പോ 4 മക്കളെയും ഒരു ഭാര്യയും ഭർത്താവിനെയും തൂക്കിക്കിടത്തിയിരിക്കുന്നത് കണ്ടു. ഇദ്ദേഹം ചെന്ന് ചില പ്രായമുള്ള മനുഷ്യരെ വിളിച്ചു കൊണ്ടുവന്നു. അവർ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഷെട്ടുണ്ടാക്കി. എൻ്റെ മാതാവും പിതാവും 4 മക്കളും കിടക്കുന്നെടുത്ത് ഈ കൊന്നക്കമ്പും മരിച്ചിരിക്കമ്പും മിരിങ്ങക്കമ്പും കൊണ്ട് ഒരു ഷെട്ടുണ്ടാക്കി ഞങ്ങളെ അവിടെ പാർപ്പിച്ചു. ഹല്ലേലൂയ. ആ പിതാക്കന്മാരെ വീട്ടിൽ ചെന്ന് അവരല്പം ആഹാര സ്ഥലം 3-4 പേര് അവരെ വീട്ടിലുണ്ടാക്കി. ഇന്നത്തെ പോലെ നമ്മുടെ വീടുകൾ ഒന്നി ചപ്പാത്തി, അല്ലെങ്കിൽ ദോശ, അല്ലെങ്കിൽ പൂരി, അല്ലെങ്കിൽ ഇടിയപ്പാരിക്ക് രാത്രി കാപ്പി അല്ലേ. പണ്ടൊക്കെ ഒന്നി കാച്ചിൽ പുഴുങ്ങിയത്, അല്ലെങ്കിൽ ചക്ക പുഴുങ്ങിയത്, അല്ലെങ്കിൽ മരിച്ചിരി പുഴുങ്ങിയത്, അല്ലെങ്കിൽ ചക്കക്കുരു പുഴുങ്ങിയത് അല്ലേ. സ്വത്ര അന്നത്തെ കാലമാ കേട്ടോ. ഹല്ലേലൂയ. ഇതുപോലെ പല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചു. മാതാവും പിതാവും മരണത്തോടെ മല്ലടിക്കുക, കഴിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, എൻ്റെ 9 വയസ്സ് പ്രായമായപ്പോൾ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ ഒരു നാണക്കേടിൻ്റെ സമയം പറയുമ്പോൾ ചിലരൊക്കെ കരയാറുണ്ട്. കാരണം ഇത് പറയണം കേട്ടോ, ഇത് മറക്കരുത്. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ മറക്കരുത്. എൻ്റെ 9ാമത്തെ വയസ്സിൽ 3.5 വയസ്സ് പ്രായമുള്ള ഒരു അനുജത്തിയെ, എത്ര വയസ്സുണ്ട് മക്കളെ? 8 വയസ്സായി. പ്രൈസ് ദി ലോർഡ്. 3.5 വയസ്സ് പ്രായമുള്ള ഒരു അനുജത്തിയെ ഇടത് തോളിലെടുത്തു. എൻ്റെ അമ്മ പ്രസവിച്ചു 9 മാസം പ്രായമുള്ള ഒരു അനുജത്തിയെ വലത് ഒക്കത്ത് വിരുത്തും. ഇടത് കൈയിൽ ഒരു പാത്രമെടുത്ത് ആഹാരം ഇരക്കും കേട്ടോ. കാശില്ല, ആഹാരം ഇരന്നവനാണ് നിങ്ങളുടെ വിളിക്കുന്നേ. എൻ്റെ 9ാമത്തെ വയസ്സിൽ പല വീടുകളിലും ഞങ്ങൾ 3 ജീവൻ, എൻ്റെ 2 അനുജത്തിമാരും ഞാനുമായി ആഹാരം ഇരക്കാൻ ചെന്നു. അങ്ങനെ പല നാളുകൾ ഇരുന്ന് ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു ആഹാരത്തിന് വേണ്ടി രാവിലെ ചെല്ലുമ്പോൾ ആ തള്ള മിറ്റമടിച്ചുകൊണ്ടിരിക്കുകയാ. ചൂല് താഴെ ഇട്ടിട്ട് മക്കളെ കയറി വാ എന്ന് പറഞ്ഞു. ബാക്കിലെ കിച്ചന്റെ ഡോറ് തുറന്നു തന്നു. ഞങ്ങൾ ആ പ്രൈസലോ കിച്ചന്റെ കൂടെ കയറി ചെല്ലുമ്പോൾ അമ്മ പഴങ്കഞ്ഞി ഞങ്ങൾക്ക് വിളമ്പി തന്നു. അമ്മ സാമ്പാർ ഒഴിച്ച, അമ്മ അച്ചാറിട്ട പഴങ്കഞ്ഞി. ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല, മറക്കത്തില്ല. എന്റെ മൂക്കിലെ ജീവൻ പോകുമ്പോൾ ഞാൻ മറക്കത്തില്ല, മറക്കാൻ കഴിയത്തില്ല. സ്വത്ര കേട്ടോ. ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ തള്ള ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് പപ്പയും അമ്മയില്ലേ? എന്തിനാ നിങ്ങൾ ആഹാരം വിരക്കുന്നത്? ഞാൻ പറഞ്ഞു, അമ്മച്ചി പപ്പയുണ്ട്, അമ്മയുണ്ട്, ഞങ്ങൾക്ക് പപ്പയ്ക്കും അമ്മയ്ക്ക് 4 മക്കളുണ്ട്, ഇനി ഒരു അനുജനുണ്ട്.
അവരെന്താ ചിരക്കുന്നേ? അവർ പപ്പയും അമ്മയും രോഗിയാ. ഹല്ലേലൂയ. അവർക്ക് ഞങ്ങൾക്ക് ആഹാരം തരാൻ കഴിയത്തില്ല, ഞങ്ങൾ ഇന്ന ഇടത്താ കിടക്കുന്നേ. ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? ഈ തള്ള പെന്തക്കോസുകാരിയാ കേട്ടോ. ദൈവം എന്നെ കൊണ്ടുപോയത് ആ പെന്തക്കോസുകാരെ വീട്ടിലാ കൊണ്ടുപോയേ. ഈ തള്ള ചോദിച്ചു, പ്രാർത്ഥിക്കുന്നവരാണോ? ഞാൻ പറയും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഏത് ദൈവത്തോടാ? ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് 3 ദൈവം, മല്ലൻ, കരിങ്കാളി, ഭദ്രകാളി, ശിവൻ. ഈ മക്കളെ, ഇതല്ല ദൈവം. പിന്നെ ഏതാ ദൈവം? ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഏത് ചോദിച്ചു? അതാ യേശു. എന്റെ 9ാമത്തെ വയസ്സിൽ പാത്രമെടുത്ത് ഇരക്കാൻ പോകുമ്പോഴാ യേശുവിനെ കേട്ടോ. അന്ന് പാത്രമെടുത്ത് ഇരന്നത് കൊണ്ടാ യേശുവിനെ അറിഞ്ഞത്. അതുകൊണ്ടാ എന്നെ നിങ്ങൾ അറിയുന്നത്. സ്വതരം ഒരു കാലത്ത് പാത്രമെടുത്ത് ഇരന്നത് കൊണ്ട് ഞാൻ യേശുവിനെ അറിഞ്ഞു. യേശു നിങ്ങളെ എന്നെ അറിയുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ശ്രദ്ധിക്കണമേ. ആ തള്ള പ്രൈസലോട്, ആ തള്ളയോട് ഞാൻ ചോദിച്ചു, ആ യേശുവിനെ ഒന്ന് കാണിച്ചു തരാമോ? ആ യേശുവിനെ കാണിച്ചു തരാമോ? എന്തിനാ മക്കളെ? എൻ്റെ അമ്മയെ സൗഖ്യമാക്കാൻ ദൈവത്തോട് പറയാൻ. ആ ദൈവം സൗഖ്യമാക്കിയാൽ ഞാൻ പാത്രം എടുത്ത് ഇരക്കണ്ടല്ലോ, ഞങ്ങൾക്ക് അമ്മ ആഹാരം തരുമല്ലോ. ഈ തള്ള പറഞ്ഞു കേട്ടോ, നീ എന്നോട് കൂടെ വന്നാൽ യേശുവിനെ ഞാൻ കാണിച്ചു തരാം. എന്നോട് കൂടെ വന്നാൽ യേശുവിനെ ഞാൻ പറഞ്ഞു, അമ്മച്ചി, ഞാൻ എൻ്റെ അമ്മയെ ഇവിടെ കൊണ്ടുവരാം. എങ്ങനെ കൊണ്ടുവരും? ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന്. എൻ്റെ അമ്മയെ ഞാൻ എടുത്തുകൊണ്ട് വരാം. എനിക്കന്ന് 9 വയസ്സേ ഉള്ളൂ. എൻ്റെ അമ്മയെ എടുക്കുവാൻ, ചുമക്കുവാൻ, എൻ്റെ പപ്പയെ ചുമക്കുവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാക്കട്ടോ. എടുത്തു. എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മയെ എടുത്തുകൊണ്ട് വരാം. ശരി, ഓക്കെ. അമ്മയെ പ്രൈസ്. ഈ മാതാവ് പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് ശരിയാണോ കള്ളത്തരമാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ വീട് ഷെട്ടിലേക്ക് ഈ തള്ള തിരക്കി വന്നിട്ട് കണ്ടിട്ട് താൻ വീട്ടിൽ ചെന്നു. ഒരു അലുമിനി ബക്കറ്റ്, ഇത്ര പൊക്കമുള്ള അലുമിനി ബക്കറ്റ് നിറച്ച് വെള്ളം ചൂടാക്കി ഒരു തുണി സഞ്ചിക്കകത്ത് ആ സഞ്ചി നിറച്ച് തുണി. സ്വോത്രം. പിടിക്കുന്ന പെന്തക്കോസുകാരായ ദൈവമക്കളെ ഞാൻ പറയാം, പ്രവചനത്തെക്കാളും പ്രസംഗത്തെക്കാളും അന്യഭാഷയെക്കാളും വലുതാണ് പ്രവൃത്തി. പ്രസംഗത്തെക്കാളും പ്രവചനത്തെക്കാളും അന്യഭാഷയെക്കാളും പ്രവൃത്തിയ വലുത്. ഈ പെന്തക്കോസുകാരി തള്ളയുണ്ടല്ലോ, ജോലി എന്നറിയാമോ? പാമുടച്ചിൽ ജോലിയാ. രാത്രി ഉറങ്ങത്തില്ല. ഈ തള്ള പായും അരിവട്ടിയും മുടയുന്ന തള്ളയാ. ഈ തള്ള പിറ്റേ ദിവസം വെള്ളം ചൂടാക്കി കുറച്ച് പഴം തുണി കൊണ്ടുവന്ന് എൻ്റെ അമ്മ കിടക്കുന്ന ഷെട്ടിനകത്ത് താൻ മുഴുവൻ പ്രൈസലോ ചരലിന്റെ മണ്ണിനകത്ത് മുട്ടുമടക്കി ഇരുന്നിട്ട് എൻ്റെ അമ്മയുടെ പഴയ വസ്ത്രമെല്ലാം ഊരി മാറ്റി. എന്നിട്ട് താൻ കൊണ്ടുവന്ന സഞ്ചിക്കകത്തിട്ടിട്ട് ആ സഞ്ചി കൊണ്ടുവന്ന തുണിയെ മാറ്റി വെച്ചിട്ട് ആ വെള്ളം കൊണ്ട് എൻ്റെ അമ്മയുടെ അമ്മ തുടച്ചു മാറ്റി. തുടച്ചിട്ട് ആ തുണി ഉടുപ്പിച്ചു. അതാ യേശുവിന്റെ ശുശ്രൂഷ. അത് ആ ശുശ്രൂഷ ഞാൻ നിന്ന് കണ്ടിട്ട് പോയി. ഈ തള്ള എല്ലാ ദിവസവും വരും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം എന്നോട് പറഞ്ഞു, മക്കളെ നീ വരുന്നോ? ഞാൻ പോകുന്നു. അവിടെ വന്നാൽ യേശുവിനെ കാണിച്ചു തരാം. ആ വെള്ളിയാഴ്ച രാവിലെയും എൻ്റെ അമ്മയെ തുടച്ച് വസ്ത്രം മാറ്റി ഈ തള്ള സഞ്ചിക്കകത്ത് ബൈബിൾ വിട്ട് വന്നിട്ട് ഞങ്ങളുടെ ഷെട്ടിനകത്ത് വന്നു. എൻ്റെ അമ്മയെ തൂക്കിപ്പൊക്കി. എൻ്റെ അമ്മയെ തൂക്കിപ്പോ അപ്പ ചോദിച്ച, മക്കളെ അമ്മ എവിടെ കൊണ്ടുപോകുന്നു? ആ അമ്മച്ചി പറഞ്ഞു തന്നല്ലേ, ഹൃദയത്തിൽ ഓടി വന്നു. എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാ. കൊണ്ടുപോയിക്കോ മക്കളെ എന്ന് പറഞ്ഞു. അമ്മ എൻ്റെ അമ്മയെ തൂക്കി നിർത്തുമ്പോൾ കാലൊക്കെ വിറക്കുക. ഒരു കൈ എൻ്റെ തോളിലും ഒരു കൈ ആ വന്ന അമ്മച്ചിയുടെ തോളിലും ഇട്ട് എൻ്റെ മാതാവിനെ കൊണ്ടുപോയി 3 സ്ഥലത്ത് ചർച്ചിലെത്തുന്നതിന് മുമ്പ് 3 സ്ഥലത്ത് തറയിൽ കിടത്തിയ എൻ്റെ മാതാവിനെ കൊണ്ടുപോകുന്നൊരു പാമലൂയ, ഒരു ചാണാൻ മെഴുകിയ, ഒരു ഓടൊക്കെ മേഞ്ഞ ഒരു ചർച്ചിനകത്ത് എൻ്റെ മാതാവിനെ കൊണ്ടുപോയത്. അവിടെ ഒരു കസേരയില്ല, ഒരു ബെഞ്ചില്ല, ഒന്നുമില്ല. എൻ്റെ മാതാവിനെ ഏറ്റവും ബാക്കിൽ കൊണ്ട് കിടത്തിയിട്ട് മാതാവിൻ്റെ തല എൻ്റെ കാൽത്തൊടയിൽ. അന്ന് കാക്കിയുടെ ഒരു അടിവസ്ത്രം മാത്രം, കാക്കിയുടെ നിക്കർ മാത്രമേ എനിക്കുള്ള പാൻറ്റോ ഉടുപ്പോ ടീഷർട്ടോ ഇല്ല. ഇട്ടുകൊണ്ട് ഞാൻ ഇരിക്കുക. എനിക്ക് യേശുവിനെ കാണണം. സ്വതന്ത്രം.
അവിടെ ഏതാണ്ട് ഇത്രയും പൊക്കമുള്ള ഒരു മൺതിട്ട, മേശയല്ല, മണ്ണ് കൊണ്ടുണ്ടാക്കി അതിനെ ഒരു മേശ പോലെ വച്ചിരിക്കുക. വെള്ള തുണി ഇട്ടിട്ടുണ്ട്, വെള്ള തുണി മണ്ണുകൊണ്ടുണ്ടാക്കിയതാ. പ്രൈസലോ. പക്ഷെ അവിടെ ആരെ കാണാനില്ല. അവിടെ ഒരു 10-11 ആയപ്പോ ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് എഴുന്നേറ്റു. മുടി നരച്ച മുടി, ആള് കാണാൻ നല്ല വെളിപ്പ. ഇതൊക്കെ എഴുന്നേറ്റപ്പോ ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇതാണോ യേശു? ഇല്ല മക്കളെ, ഇതല്ല യേശു, ഇത് പാസ്റ്റർ. കാരണം അദ്ദേഹത്തിന്റെ ജൂവയും അദ്ദേഹത്തിന്റെ വെളുപ്പും തലമുടിയും കണ്ടപ്പോ കലണ്ടറിൽ കണ്ട യേശുവിനെ പോലെ എനിക്കും തോന്നി, ഞാൻ യേശുവായിരിക്കാം. ഇല്ല മക്കളെ, ഇതാ പാസ്റ്റർ. പക്ഷെ 12 മണിയായപ്പോൾ പ്രാർത്ഥന ഇദ്ദേഹം ഒരു പാട്ടൊക്കെ പാടി ആരാധിച്ച് നിർത്തിയിട്ട് പറഞ്ഞു, ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്, ആ സഹോയുടെ പേര് സരസ്വതി എന്ന. എല്ലാവരും പ്രാർത്ഥിക്കാനിരിക്കണം. ആരും പോയില്ല കേട്ടോ. നമ്മളൊക്കെ പല കാര്യം പറഞ്ഞ് എഴുന്നേറ്റോടും, ഓടിയില്ല. എല്ലാവരും വളഞ്ഞിരുന്നു. പാസ്റ്റമ്മയും എൻ്റെ ആമേലൂയ ഞങ്ങളെ കൊണ്ടുവന്ന മാതാവും കൂടെ എൻ്റെ അമ്മയുടെ കൈക്കും കാലിനും പിടിച്ചു തൂക്കിക്കൊണ്ട് ആലയത്തിന്റെ സെന്ററിൽ കിടത്തി. ഞാൻ അതുപോലെ ഏറ്റവും ബാക്കിൽ നോക്കിയിരിക്കുക, ഞാൻ കാണാൻ യേശുവിനെ കാണണം. അങ്ങനെ നോക്കിയിരിക്കുമ്പോ ദൈവദാസി ഇതുപോലെ രണ്ടുപേരും മുഴങ്കാലും മുടക്കി ദൈവത്തോട് ഒരു 15 മിനിറ്റ് ഇവർ പ്രാർത്ഥിച്ചു. തലയിൽ കൈവച്ചില്ല. ഇവർ 15 പാസ്റ്റർ ഭാര്യയും സഭയായിട്ട് ഒരു 15 ഞാൻ കണ്ണു തുറന്ന് നോക്കിയിരിക്കുക യേശുവിനെ കാണാൻ വേണ്ടി. എൻ്റെ മാതാവ് കൈ തറയിൽ കുത്തി എഴുന്നേറ്റിരുന്നു. എൻ്റെ മാതാവ് വെള്ളം ചോദിച്ചു. വെള്ളം, പണ്ടത്തെ മരവിച്ചട്ടി അറിയാമോ? മണ്ണ് കൊണ്ടുണ്ടാക്കിയ മരവിച്ചട്ടി. ഈ ദൈവദാസി ഓടിച്ചെന്ന് ദൈവദാസി ചിന്തിച്ചു, ഇവൾ മരിക്കാൻ പോകാതിരിക്കാം, അതുകൊണ്ട് വെള്ളം ചോദിച്ച് അടുക്കളയിൽ കഞ്ഞി ഊറ്റി വച്ചിരുന്ന വെള്ളം മരവിച്ചട്ടിയോടെ കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ വായിലോട്ട് വച്ചു കൊടുത്തു. ഈ പോത്ത് വെള്ളം വലിച്ചു കുടിക്കുന്നത് പോലെ ഏതാണ്ട് 3/4 മരവിച്ചട്ടി വെള്ളവും എൻ്റെ അമ്മ ഇളുത്തു കുടിച്ചു. ഞാൻ ചിന്തിക്കുക, എൻ്റെ അമ്മ മരിക്കാൻ പോകുകയാണോ? വെള്ളം കുടിച്ചാൽ ശ്വാസം വിട്ടും ആഹാരം കഴിച്ചാൽ ശ്വാസം വിട്ടും എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ മാതാവ് വെള്ളം കുടിച്ച് തീർന്ന ഉടനെ ദൈവദാസൻ എഴുന്നേറ്റ് തലയിൽ കൈവച്ച് ശ്വാസിച്ചു. നമ്മൾ പറയും 7 ദിവസം ഇരുന്നാൽ ചിലപ്പോ പോകും, ചിലപ്പോ 5 ദിവസം ഇരുന്നാ പോകും. ഞാൻ പറയും, യേശു വെളിപ്പെട്ടപ്പോ ദൈവദാസൻ എഴുന്നേറ്റ് ശ്വാസിച്ചു. സ്വത്ര എൻ്റെ മാതാവ് ആരും കൈ തൊടാതെ എഴുന്നേറ്റ് നിന്നു. ഞങ്ങളെ കൊണ്ടുപോയ മാതാവ് സഭയിലെ പാസ്റ്റമ്മയും കൂടെ ചെന്ന് എൻ്റെ അമ്മയെ പുറത്തു കൊണ്ടുപോയി ശരീരം പരിശോധിച്ചു. 2 രോഗം സ്പോട്ടിൽ മാറാനിടയായി. സ്വതന്ത്രം. അന്ന് സ്കാനിങ് ചെയ്യണ്ട, എക്സ്റേ എടുക്കണ്ട, ECG എടുക്കണ്ട, സ്വർഗം ചെയ്തു കഴിഞ്ഞു. അമ്മ എന്നിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ചിരുന്നതും എൻ്റെ അമ്മയുടെ കാലിൽ ചെരുപ്പില്ല. അമ്മ ആ മാതാവ് കൊടുത്ത ഡ്രസ്സാണ്. എൻ്റെ അമ്മ ഇറങ്ങി ഓടുകയാ. ഞാൻ പറഞ്ഞു, നിൽക്കാനോ? ഇടാൻ 9 മാസം എവണ്ടായില്ലേ എൻ്റെ മകളെ ഞാൻ പ്രസവിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് ഞാൻ മുല കൂട്ടിയിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല, പോടാ എന്ന് എൻ്റെ അമ്മ ഓടുകയാ. സ്വതന്ത്ര അമ്മയുടെ പുറകെ ഞാനും ഓടി. എൻ്റെ അമ്മയുടെ പുറകെ ഞാനും ഓടി. ആ ഷെട്ടിനകത്ത് ചെന്ന് എൻ്റെ അമ്മ കയറിയിട്ട് തറയിൽ കിടക്കുന്ന 9 മാസം പ്രായമുള്ള ആ പെൺകുഞ്ഞിനെ തൂക്കി എടുക്കുകയാ. എൻ്റെ പപ്പ കിടന്നുകൊണ്ട് വയർ ഓപ്പറേഷൻ കിടക്കുകയാ. കുടലെല്ലാം മാറ്റിയ മനുഷ്യനെ ട്യൂബിട്ടക്കിയ. ചോദിച്ചു, മക്കളെ അമ്മയ്ക്ക് എങ്ങനെ സൗഖ്യമായി? പപ്പ അവിടുത്തെ ഡാക്ടർ സൂപ്പർ ഡാക്ടറാ. എന്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞതാ, അവിടുത്തെ ഡാക്ടർ സൂപ്പർ ഡാക്ടറാ. അന്ന് മുതൽ ഞാനും എൻ്റെ അമ്മയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും എവിടെ പോകുന്നറിയാമോ? ആശുപത്രി പോകുന്നെന്ന് പറഞ്ഞിട്ടാ ഞാനും അമ്മയും ചർച്ചിൽ പോകുന്നേ. എൻ്റെ പപ്പയുടെ പറയും ആശുപത്രി പോകുന്ന ആശുപത്രിയിൽ എൻ്റെ പപ്പ വിശ്വസിച്ചു. അവൻ ശ്രദ്ധിക്കണം, 3ാമത്തെ മാസം ആയപ്പോ എൻ്റെ അമ്മ മാനസാന്തരപ്പെട്ടു. ഞാൻ മാനസാന്തരപ്പെട്ടില്ല. മാനസാന്തരത്തിന്റെ അനുഭവം നിങ്ങൾക്ക് പറയാമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാം മാനസാന്തരത്തിന്റെ അനുഭവം? പറയാമോ? പറഞ്ഞില്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യം എന്ത് ചെയ്യും?
മാനസാന്തരപ്പെട്ടവൻ കരയും ആദ്യം. എന്തിനാ കരയുന്നേ? മാനസാന്തരം എന്തിനാ കരയുന്നേ? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ച് കരയും. അവരാ മാനസാന്തരപ്പെട്ടെ. സ്വത്രം കുറ്റം പറയുന്നവനല്ല. എന്റെ മാതാവ് 3-ാമത്തെ മാസം മാനസാന്തരപ്പെട്ടു. കല്ല് പോലിരുന്ന ഹൃദയത്തിനകത്ത് മെഴുക് പോലെ ഉരുകാൻ തുടങ്ങി. എന്റെ പിതാവ് ഈ മെഡിസിൻ കഴിച്ച കുടലെല്ലാം വെട്ടി മാറ്റിയതാ. 2 വർഷം ജീവിച്ചിരിക്കുമ്പോൾ ഡാക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്തു. കാരണം അന്നത്തെ വെള്ളമൊക്കെ അടിച്ച ശരീരമെല്ലാം പോയി, കിഡ്നിയുടെ ഹാർട്ടൊക്കെ പോയത് കൊണ്ട് ഇനിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തില്ല. ഈ മനുഷ്യൻ 2 വർഷം കൂടെ ജീവിച്ചിരിക്കും, പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ കഴിയത്തില്ല. ഈ മനുഷ്യൻ കിടക്കുകയാ. അപ്പോഴാ പ്രൈസ് ദി ലോർഡ് എൻ്റെ അമ്മ രാത്രി കരയാൻ തുടങ്ങി. എൻ്റെ പിതാവ് കഴിക്കുന്ന മെഡിസിൻ രാത്രി 12-1 മണിയാകുമ്പോൾ അവൻ്റെ ഡോസ് കഴിയും. പിന്നെ ഉറങ്ങത്തില്ല. പിന്നെ വിളിക്കുന്ന അയ്യോ 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 എന്നാ വിളിക്കുന്ന എൻ്റെ പിതാവ്. അതാ ഞാൻ കേട്ടു. ശ്രദ്ധിക്കണേ. എൻ്റെ മാതാവ് 12-1 മണിയാകുമ്പോൾ എഴുന്നേറ്റ് മുട്ടിന്മേൽ തറയില കല്ല്. അമ്മ പായൊന്നുമില്ല. ഓല മുഴുവൻ ഓല വിരിച്ചിരിക്കുക. അടി മൊത്തം കല്ല്. മുഴങ്കാലും മടക്കിയിരുന്ന് കരയാൻ തുടങ്ങി. എന്താ അറിയാമോ? ഭർത്താവിനെ ഓർത്ത്, മക്കളെ ഓർത്ത് അമ്മ കരയാൻ തുടങ്ങി. രാത്രി 12 മണിക്കും 1 മണിക്ക് അമ്മലിയ ഫോണിനകത്ത് വാട്സാപ്പ് തട്ടുന്ന സഹോദരിയെ അമ്മ ഫേസ്ബുക്കിൽ കളിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി നീ ഇവിടെ നിൽക്കുന്നതിന്റെ തള്ളയുടെ കരച്ചില്ല. ഇന്നിവിടെ നിൽക്കുന്നതിന്റെ തള്ളയുടെ കരച്ചില്ല കേട്ടോ. രാത്രി കരയാൻ തുടങ്ങി. ഒരു ദിവസമായപ്പോ എൻ്റെ പിതാവ് ഇത് കേട്ടോണ്ട് മിണ്ടയില്ല. പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ അനുജനുമായി പല വീടുകളിൽ ചെന്ന് ആഹാരം ഇരന്ന് മേടിച്ചു കേട്ടോ. ചില വീട്ടിൽ ചെല്ലുമ്പോൾ ചക്കക്കൂര വെച്ചതാ, ചില വീട്ടിൽ ചക്കയാ, ചില വീട്ടിൽ ചെല്ലുമ്പോൾ ഉണക്ക മരിച്ചിനിയാ. ഇതെല്ലാം കൊണ്ടുവന്ന് എൻ്റെ അമ്മയുടെ കൈ കൊടുക്കും. അമ്മ ഞങ്ങൾക്കും വിളമ്പിത്തരും. ഹല്ലേലൂയ. 4 മക്കൾ 3 മക്കൾ കഴിക്കുന്നവർ എൻ്റെ അമ്മയ്ക്കും ചേർത്ത് ഹല്ലേലൂയ 4 പ്ലേറ്റിൽ വിളമ്പി കഴിച്ചോണ്ടിരിക്കുമ്പോ എൻ്റെ പപ്പ ചോദിച്ചോടി, നീ എന്തിനാ കരഞ്ഞത്? എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ ഭർത്താവിനെയും മക്കളെ ഓർത്ത് ഞാൻ കരഞ്ഞതാ. നീ ആരോടാ കരഞ്ഞേ? ഞാൻ ദൈവത്തോടെ കരഞ്ഞേ. നീ ഏത് ദൈവത്തോടെ കരഞ്ഞേ? ജീവിക്കുന്ന യേശുവിനോട്. ജീവിക്കുന്ന യേശു എന്ന് പറഞ്ഞതും എൻ്റെ പപ്പ തറയില കിടക്കിടത്ത് 1 പടി മണ്ണ് വാരി എൻ്റെ അമ്മയുടെ വാക്കകത്തോട്ടെറിഞ്ഞു. സഹോദരി, നിങ്ങളുടെ മാതാവേ, നിന്റെ ഭർത്താവ് വാരി എറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചിന്തിച്ചോണം. എൻ്റെ മാതാവ് സ്വോത്രം, മാതാവിൻ്റെ മുഖത്ത്, കണ്ണിൽ, വായിൽ, ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇരുന്ന ആഹാരത്തിലൊക്കെ ഈ പൊടി മണ്ണും ചരലും വീണു. അമ്മ എഴുന്നേറ്റ് ഫ്രണ്ടിൽ വന്ന് ഷെട്ടിൽ വന്നിട്ട് ഷെട്ടിന്റെ ബാക്കിൽ വന്ന് മൺകുടത്തിലിരുന്ന വെള്ളം ചരിച്ച് മുഖവും വായും കഴുകി വന്നിട്ട് ഹല്ലേലൂയ ഞങ്ങളുടെ ആഹാരത്തിന് കല്ലും മണ്ണും പറക്കിയിട്ട് മക്കളെ നീ കഴുകി കൊള്ളാമെങ്കിൽ കഴിക്ക് എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയും ഞങ്ങൾ കഴിച്ചു കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞു, ഞാൻ പ്രൈസ് ദി ലോർഡ് ഒരു ഡാക്ടറിൽ എന്നെ സൗഖ്യമാക്കിയത്, ഒരു മന്ത്രവാദിയെ സൗഖ്യമാക്കിയത് എൻ്റെ യേശുവാ സൗഖ്യമാക്കിയത്. കഴിഞ്ഞ ദിവസം വരെ ഒളിച്ച് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ആരാധനയ്ക്ക് പോയി. പിറ്റേ ദിവസം തൊട്ട് എല്ലാ ദിവസവും ആരാധനയ്ക്ക് ഞാനും എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ മാതാവും ആരാധനയ്ക്ക് പോകാൻ തുടങ്ങി. സോദര, പിന്നെ 3 മാസമായ 6-ാമത്തെ മാസത്തിൽ എൻ്റെ അമ്മ സ്നാനപ്പെടാൻ ഒരുങ്ങി. ചർച്ചിൽ വന്നിട്ട് വർഷങ്ങളായിട്ട് സ്നാനപ്പെടാത്ത വ്യക്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. അടുത്ത ദിവസം സ്നാനത്തിന് പേര് കൊടുക്കണം കേട്ടോ. ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം, രാത്രി പ്രാർത്ഥിക്കണം. നാളെ വരുമ്പോ പാസ്റ്റർ ഞാൻ സ്നാനപ്പെടുന്നു നിങ്ങൾ ഡേറ്റ് കൊടുത്തിരിക്കണം. നാളെ കഴിഞ്ഞ് മരിച്ചാൽ നിന്റെ ആത്മാവ് നിത്യതയിൽ പോകത്തില്ല. മരണ ഉറപ്പ് സമയം നിശ്ചയമല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മാതാവ് 6-ാമത്തെ മാസമായപ്പോൾ സ്നാനപ്പെടാൻ ഡേറ്റ് കൊടുത്തു. 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ അമ്മ പറഞ്ഞ പാസ്റ്റർ എനിക്ക് സ്നാനം വേണം. 4 സഹോദരിമാരും ഒരു പിതാവും ആ പ്രാവശ്യം സ്നാനത്തിനുണ്ട്. എൻ്റെ അമ്മ പ്രൈസ് ദി ലോർഡ് ഉപവാസത്തോടെ 3 ദിവസം അവിടെ ഇരിക്കുകയാ. അമ്മ 2-ാം ദിവസം ശനിയാഴ്ച പാസ്റ്റർ പറഞ്ഞു, സരസ്വതിയെ നീ വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് പറയണം
ഭർത്താവ് കെട്ടിയ താലിയെ നീ അഴിച്ചു തരാൻ പറയണം. എൻ്റെ അമ്മയുടെ കഴുത്തിൽ എൻ്റെ പിതാവ് പൂജിച്ച് കെട്ടിയ മഞ്ഞച്ചരടിൽ ഏലസ് പൂജിച്ച് കെട്ടിയ ഒരു ചരട് മാത്രം എൻ്റെ അമ്മയ്ക്കുണ്ട്. പാസ്റ്റർ പറഞ്ഞു, നീ വൈകുന്നേരം വരുമ്പോൾ, ഇന്ന് വൈകുന്നേരം 4 മുതൽ 6 വരെ സ്നാന ക്ലാസ് ഉണ്ട്, അതിന് മുമ്പേ ഭർത്താവ് കെട്ടിയ താലിയെ അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. എൻ്റെ അമ്മ ഉച്ച കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്ന് പ്രൈസ് അവൻ്റെ പപ്പയോട് പറഞ്ഞു, ഞാൻ നാളെ സ്നാനപ്പെടാൻ പോകുക, അത് ഞാൻ എന്ത് ചെയ്യണം? നീ സ്നാനപ്പെട്ടോ, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ അമ്മ പറഞ്ഞു, നിങ്ങൾ അഴിച്ച താലി അഴിച്ചു തരും, നിങ്ങൾ കെട്ടിയ താലി അഴിച്ചു തരും. നീ പോകുന്ന താലി അർത്ഥ വേദത്തിലാണോ? എൻ്റെ അമ്മ പറഞ്ഞു, അതെ, ഈ താലി എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. എനിക്ക് നീ താലി അർത്ഥം വേദത്തിൽ ചെന്ന് ഞാൻ കെട്ടിയ താലി അഴിച്ചാൽ നിന്നെയും കൊല്ലും, 4 മക്കളെയും കൊല്ലും, ഞാനും മരിക്കും, എൻ്റെ ജീവിതവും അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. എൻ്റെ പിതാവ് പറയുന്നത് പോലെ ചെയ്യുന്ന മനുഷ്യനാ. എൻ്റെ അമ്മ കരയാൻ തുടങ്ങി. ഞാൻ കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ തന്നെ കൈക്ക് പിടിച്ച് ഷെട്ടിൻ്റെ വെളിയിലേക്ക് കൊണ്ടുവന്നു. ഈ വിഴുന്ന് കിട്ടുന്ന ഓലയെ അതിൻ്റെ ഈർക്കലെടുത്ത് അന്ന് വിറ്റ് തേങ്ങയും പഞ്ചാരയും മേടിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. ഒരു ചെറിയൊരു കത്തി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയെ പുറത്തു കൊണ്ടുവന്ന കത്തിയെടുത്ത് അമ്മയുടെ കഴുത്തിൽ ആ പപ്പ കെട്ടിയ ആ താലി അറുത്തു മാറ്റി ഒരു ഉടമുള്ളിൻ്റെ പുറത്തോട്ട് വലിച്ചെറിഞ്ഞു. ഈ താലി അറുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ ഓടി ആ ചർച്ചിലേക്ക് ചെന്നു. 4 മുതൽ 6 മണി വരെ സ്നാന ക്ലാസ്സിലിരുന്നു. ഞായറാഴ്ച രാവിലെ 4 മക്കളും അമ്മയും കൂടെ കുളത്തിലേക്ക് ചെന്നു. എൻ്റെ അമ്മ സ്നാനപ്പെട്ടു, അമ്മ ചർച്ചിലിരുന്നു. ഏതാണ്ട് 12 മണി കഴിഞ്ഞപ്പോൾ 4 മക്കളും വീട്ടിൽ വന്നു. 2 മക്കൾ 2 പേരും, മൂത്ത മകനും ഇളയ മകനുമായി പല വീടുകളിൽ ചെന്ന് ആഹാരം മേടിച്ചു കൊണ്ടുവന്ന് ഇളയ സഹോദരൻ കൊടുത്ത് കഴിച്ചു. വൈകുന്നേരം 6 മണിയായപ്പോൾ എൻ്റെ പിതാവ് കിടക്കയിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ്. കാരണം ഈ വയറ് കീറിയത് 3 സ്റ്റെപ്പായിട്ട് നെടുകെ കീറി, കുറുകെ 2 പ്രാവശ്യം കീറിയ കുടൽ മൊത്തം എടുത്തത് നൂരാൻ കഴിയത്തില്ല. മനുഷ്യൻ എഴുന്നേറ്റിങ്ങനെ നിന്നിട്ട് ഷെട്ടിന്റെ സൈഡിൽ നിർത്തിയ ഒരു വടി കമ്പ് പൊടിച്ചെടുത്തു. വടി ഊന്നി നടന്ന് ഞാൻ ചിന്തിച്ചു, എൻ്റെ അമ്മയെ അടിക്കാൻ പോകുകയായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റർ തെറി വിളിക്കാൻ പോകുകയായിരിക്കാം. ഞാൻ പുറകെ നോക്കുമ്പോൾ എൻ്റെ പിതാവ് കന്നാമൂട് ജംഗ്ഷനിലേക്ക് വന്നു. ഇടത് കൈ നീട്ടി കാശ് മേടിച്ചു, പിച്ച മേടിച്ചു. എന്നിട്ട് കുറച്ച് കാശായപ്പോൾ മദ്യഷാപ്പിൽ ചെന്ന് ശരിക്കും മദ്യപിച്ചു. എന്നിട്ട് ഒരാലയിൽ ചെന്ന് മനോഹരമായ ഒരു കത്തി മേടിച്ചു. ആമ തേച്ച് മിനുക്കി. എന്നിട്ട് സ്വയം കഴിച്ചു മരിക്കാൻ വിഷം മേടിച്ചു. എന്താ? കരിച്ചക്കുളി എന്ന് പറയുന്ന സാധനം ഇദ്ദേഹം മേടിച്ച് കവറിനാക്കി. ഇന്ന് നമ്മൾ മീൻ മേടിക്കുന്ന 50 പൈസ ഒരു കവറാ. അന്ന് 5 പൈസ കൊടുത്താൽ ഈ കമുംപാള കിട്ടും, കോട്ടിയ കമുംപാള. അതിനകത്ത് കത്തിയും വിഷവും മരുന്നും വെച്ച് ഇദ്ദേഹം ഇടത് കൈയിൽ കത്തിയും വലത് കൈയിൽ വടിയും പിടിച്ച് ആമ ഊന്നി വീട്ടിലേക്ക് വന്നു. ഏതാണ്ട് സന്ധ്യ 6:30 മണി കഴിഞ്ഞു. അന്ന് രാത്രി ചർച്ചിൽ കർത്തൃമേശയ്ക്ക് എൻ്റെ അമ്മ ഇരിപ്പുണ്ട്. ഞങ്ങൾ 4 മക്കളും വീട്ടിലുണ്ട്. എൻ്റെ പപ്പ വന്നിട്ട് ഷെട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ ഉള്ളിച്ചാക്ക് കെട്ടിയിട്ടൊക്കെയാ. ഉള്ളിച്ചാക്ക് വാവൻ്റെ പകരം ഉള്ളിച്ചാക്ക് ചണച്ചാക്ക് കെട്ടിയിട്ടൊക്കെയ. ആ വാവൻ്റെ അടുക്കൽ വന്നിട്ട് ഇദ്ദേഹം നിന്നുകൊണ്ട് ആ ഉള്ളിച്ചാക്കിനെ വലിച്ചു. പൊട്ടി കയ്യിൽ വന്നു. ആ നടയിൽ ഇങ്ങനെ വിരിച്ചിട്ട് ഇദ്ദേഹം വടി ഊന്നി പതുക്കെ ഇരുന്നിട്ട് എന്നെ വിളിച്ചു, മക്കളെ എന്ന് വിളിച്ചു. എന്ത് പപ്പാന്ന് കേട്ട് അടുക്ക ചെല്ലുമ്പോൾ പറഞ്ഞു, വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് ഇദ്ദേഹം തലയ്ക്ക് മേട്ടിൽ വെച്ചു. എന്നിട്ട് പാളയ്ക്കകത്തുനിന്ന് കത്തി ഊരിയെടുക്കുമ്പോൾ ഞാൻ കണ്ടു, മനസ്സിലായി ആമ ഞങ്ങളെ കൊല്ലാനാ. ഹല്ലേലൂയ. എന്നിട്ട് എന്നെ വിളിച്ചു, ആഹാരമില്ലേ കൊണ്ട് ആമ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് കഴിച്ച് നീ ഉറങ്ങാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ അവസാനത്തെ ഉറക്കം. ആമ കൊണ്ടുവന്ന ആഹാരം എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. പേടി, ഉള്ളിനകത്ത് പേടിയുണ്ടായി. ഈ ആഹാരങ്ങളെ 2 അനിയത്തിമാർക്ക് അനിയനും വിളമ്പിക്കൊടുത്തു. അവർ കഴിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ പകുതി വായിലും പകുതി കയ്യിലുമായിരുന്ന് അവർ ഉറങ്ങുമ്പോൾ തന്നെ ഞാൻ പിടിച്ച് ചരിച്ചം കിടത്തും, പറയില്ല.
തറയില ഭാഷ തറയിലും കിടക്കും. ഇവർ കിടന്നു, ഞാൻ കഴിച്ചില്ല. ഏതാണ്ട് ഞാൻ ഇവിടെ ഇരിക്കുക, ആ ഷെട്ടിനകത്ത് 2 കാല് നീട്ടിയിട്ട് ചിമ്മിനി വിളക്കത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഇരിക്കുക. ഏതാണ്ട് 9 മണി കഴിഞ്ഞ സമയമായപ്പോ ദൂരത്തൊരു വെളിച്ചം കാണുകയാ. ഞങ്ങളുടെ ഷെട്ടിനകത്തൂടെ കാണാൻ വെളിച്ചം. എൻ്റെ അമ്മ കർത്തമേശ കഴിഞ്ഞ് ഓലത്തുമ്പ് ചച്ചിന്ന് ഓലത്തുമ്പ് മേടിച്ച് കൂട്ടിക്കെട്ടി ചൂട്ട് വെളിച്ചത്ത് വരിക. കാരണം മുറുക്കം പാമ്പ ഇഴഞ്ഞിടക്കുന്ന സ്ഥലം അവിടെ. ഇങ്ങനെ വരികയാ. എന്നെ എനിക്ക് മനസ്സിലായി, പുറത്തു വന്നാൽ വെളിയിലെ പപ്പ കിടക്കുന്നിടത്ത് വന്നാൽ പപ്പ എഴുന്നേക്കും, അമ്മയെ കൊല്ലും, അകത്തു 4 മക്കളെയും കൊല്ലും. ഞാൻ എന്നിട്ട് ബാക്കിലെ ഷെട്ടിലെ ഓല അഴിച്ചു മാറ്റി ബാക്കിൽ കൂടെ ചെന്ന് എൻ്റെ അമ്മയുടെ കയ്യിരിക്കുന്ന ചൂട്ട് വെളിച്ചം തറയിൽ കുത്തി അണച്ചു. എന്നിട്ട് നമ്മ ഇന്ന് പാടരുത്, ഇന്ന് പ്രാർത്ഥിക്കണ്ട, ഇന്ന് ഒരു ആഹാരവും കഴിക്കാനില്ല. 3 ദിവസം ഉപവസിച്ചിട്ട് വന്ന് അമ്മയോട് പറയുക, ഇന്ന് ആഹാരമില്ല, ചായയോ കട്ടൻ ചായ ഒന്നുമില്ല, പാടരുത്, മിണ്ടാക്കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. എൻ്റെ അമ്മയെ പിടിച്ചു കൊണ്ടുവന്ന ആ ഷെട്ടിനകത്ത് ചരിച്ച് കിടത്തി എൻ്റെ അമ്മ കിടന്ന് ഉറങ്ങി. 3 സഹോദരങ്ങൾ കൂർക്കം വലിച്ചുറങ്ങുകയാ. എനിക്ക് പേടി, ഞാൻ ഉറങ്ങിയില്ല. ആ ഷെട്ടിനകത്ത് ആമയിലൂയ 2 കാലും നീട്ടിയിട്ട് ചാരിയിരിക്കുക ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഉറങ്ങി, ദൈവം എന്നെ ഉറക്കി. 4 മണിയാകുമ്പോൾ കന്നാമൂടിൽ അംബിക ഹോട്ടലുണ്ട്. ഞാൻ 24 മണിക്കൂർ കച്ചവട ഹോട്ടലാ. 4 മണിയാകുമ്പോൾ പാട്ട് റെക്കാർഡിട്ടു, ഹോണൊക്കെ വെച്ചിട്ടുണ്ട്, പാട്ടിട്ടു. ഈ പാട്ടിന്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു. എനിക്ക് ഓർമ്മ വന്ന് അപ്പ കൊന്നുകളയുകയാണോ എന്നൊരു ചിമ്മിനി വിളക്കുകൊണ്ട് എൻ്റെ അമ്മയെ നോക്കി ജീവനുണ്ട്. 3 സഹോദരങ്ങളെ നോക്കി നല്ല കൂർക്കം വെച്ചുറങ്ങുകയാ. എൻ്റെ പിതാവിനെ നോക്കുമ്പോൾ പിതാവിനെ കാണാനില്ല, പിതാവിനെ കാണാനില്ല. അവിടെ വിഷമരുന്നൊരിപ്പുണ്ട്, കത്തിയിരിപ്പുണ്ട്, വെള്ളമിരിപ്പുണ്ട്, പിതാവിനെ കാണാനില്ല. 4 മണി കഴിഞ്ഞ സമയം എൻ്റെ അമ്മയെ തട്ടി ഉണർത്തി. അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ പുറത്തിറങ്ങി കത്തിയെടുത്ത് നോക്കി. അവ വിഷമരുന്ന് നോക്കി, വിഷം കഴിച്ചിട്ടില്ല. എന്നിട്ട് എന്നെ വിളിച്ച് അവ കുറച്ചു ദൂരം വരെ കൊണ്ടുപോയി. പല കുളങ്ങൾ നോക്കി, പല വൃക്ഷത്തിന്റെ മരങ്ങൾ നോക്കി, ചില കിണറൊക്കെ നോക്കി. എൻ്റെ പിതാവിനെ കാണാനില്ല. ഒരു 5-5:30 വരെ തിരക്കിൽ നടന്നു. ഞാൻ എൻ്റെ അമ്മയും കൂടെ കണ്ടില്ല. വീട്ടിന്റെ ആ ഷെട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് അമ്മ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. സ്വത്രം ഭർത്താവിനെ കാണാഞ്ഞിട്ട് എൻ്റെ അമ്മ ഉറക്ക നിലവിളി കേട്ടപ്പോൾ ഉറങ്ങിക്കിടന്ന 3 സഹോദരങ്ങൾ ചാടി എഴുന്നേറ്റു. അവർ നിലവിളിക്കാൻ കൂട്ട നിലവിളിയായി. ഈ നാട്ടുകാർ കേട്ടിട്ട് പലരും ഇറങ്ങി വന്ന് ഓടി വന്ന് എന്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ സ്നാനപ്പെട്ടത് കൊണ്ട് ഞങ്ങളെ കൊല്ലുവാൻ വിഷവും കത്തി മേടിച്ചു. ഇപ്പൊ പിതാവിനെ പപ്പയെ കാണാനില്ല. ഈ കേട്ടവരൊക്കെ എൻ്റെ അമ്മയെ തെറി വിളിച്ചു. എന്തിനാ തെറി വിളിച്ചേ? പെന്തക്കോസ്ത് പോയി താലി അർത്തത് കൊണ്ട് നിന്റെ ഭർത്താവിനെ നീ കൊന്നു. ഹല്ലേലൂയ. നീ താലി അർത്താൻ വേദത്തിൽ പോയി നിന്റെ ഭർത്താവിനെ നീ കൊന്നു എന്ന് വന്നവർ തെറി വിളിക്കാൻ തുടങ്ങി കേട്ടോ. ഹല്ലേലൂയ. അവർ കുറച്ച് കഴിഞ്ഞ് അവരങ്ങ് പോയി. എൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ചു. ഷെട്ടിനകത്ത് പിടിച്ചു കയറ്റി. അമ്മ പൗരമായിരുന്നു. അമ്മ സഭയിലെ പാസ്റ്റർക്ക് വന്ന് സാരമില്ല, വരും പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞു. ശ്രദ്ധിക്കണമേ, ചില ദിവസം കഴിഞ്ഞു. അമ്മ ഓരോ ദിവസവും ആഹാരകരെന്നാണ് അന്ന് ജീവിക്കുന്ന 9ാമത്തെ വയസ്സുള്ള. അങ്ങനെ പിന്നെ പെന്തക്കോസ്തുകാരല്ലാതെ വേറെ ഒരു വീട്ടുകാരും എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ആഹാരം തരത്തില്ല. ദൂരെ നിന്ന് കാണുമ്പോൾ വീട്ടിന്റെ വാതിലടയ്ക്കും. 1-2 പെന്തക്കോസ്തുകാർ ആ ഏരിയയിലുണ്ടായിരുന്നു. അവർക്ക് മാത്രമേ ആഹാരം തരാൻ മനസ്സുള്ളൂ. അത് പാപങ്ങളാ. പിന്നെ ഈ വിശന്ന് സഹിക്കാൻ കഴിയാതെ എൻ്റെ 10ാമത്തെ വയസ്സിൽ ഒരു ദിവസം പ്രഭാതം എൻ്റെ അമ്മ 5 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാ. അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ ഓടുകയാ, ഞാൻ പോകുകയാ. എവിടെ മക്കളെ? എനിക്കറിയത്തില്ല, ഞാൻ എവിടെയെങ്കിലും പോകുക കേട്ടോ. എനിക്ക് വഴി നിന്നേ ഒരു ബനിയൻ കളഞ്ഞിട്ട്, ബനിയൻ കോട്ടം ബനിയൻ ഉണ്ടല്ലോ, കോട്ടം ബനിയൻ വലിയ ആൾക്കാരിടുന്ന ആരോ ഊരി എറിഞ്ഞത് ചീത്തയുണ്ട്. എനിക്ക് കിട്ടി. ഞാൻ കഴിയെടുത്ത് ഇവിടെ ഒരു മുടിച്ച്, എവിടെ ഇവിടെ ഒരു മുടിച്ച് കിട്ടും. ഇവിടെ 2 സൈഡിലും അതുകൊണ്ട് 2 മുടിച്ചിലിട്ട് ഈ ബനിയെടുത്തിട്ടും കൊണ്ട് ഒരു ദിവസം രാവിലെ ഇറങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഓടി. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീട് ആ സൈഡമല്ലാതെ എനിക്ക് വേറെ അറിയത്തില്ല. അവിടുന്ന് 4 കിലോമീറ്റർ പാറശാല റെയിൽവേ സ്റ്റേഷൻ. ആദ്യമായിട്ട് ഞാൻ കാണുന്നേ അവിടെ നിന്ന് ഓടി പാറശാല റെയിൽവേ സ്റ്റേഷൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു നീളത്തിലൊരു വാഹനം കിടക്കുന്നത്. അപ്പോഴേ ഞാൻ ട്രെയിൻ കാണുന്നത്. എൻ്റെ 10ാമത്തെ വയസ്സിലാണ് ട്രെയിൻ കാണുന്ന, ട്രെയിൻ എന്നറിയുന്നത്. ഒരു വണ്ടി കിടപ്പുണ്ട്, അതിനകത്ത് ആൾക്കാർ കയറുന്നു ഇറങ്ങുന്നു. ഞാനും കയറി. നല്ല സീറ്റ് ഒഴിഞ്ഞിടപ്പുണ്ട്. ഞാൻ സീറ്റിൽ ഇരുന്നില്ല, തറയിലിരുന്നു. യോന കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നതുപോലെ
ഞാൻ തറയിലിരുന്നു. ഈ ട്രെയിൻ കന്യാകുമാരി ട്രിവാൻഡ്രം ട്രെയിനാ. ഇത് നേരെ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പിടിച്ചപ്പോൾ അതിനകത്തുള്ള സകല ആണും പെണ്ണും പുറത്തിറങ്ങി. ഞാനും ഇറങ്ങി. ഈ നടക്കുന്ന സ്ത്രീകളെ പുരുഷന്മാരുടെ പിറകെ അവൻ പോകുന്നവരുടെ കയ്യിൽ ഒരു തൂക്കുപാത്രമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി അവർ ജോലിക്ക് പോകുന്നു, എന്താ കൂലിപ്പണിക്ക് പോകുന്നവരാ. ഇവരെ പിറകെ നടന്നവർ പോയത് ഇന്നത്തെ തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജോലിക്ക് വേണ്ടി പോകുന്നവരാ. ഹല്ലേലൂയ. അവരോട് കൂടെ പൂജപ്പുര വരെ നടന്ന് അവിടെ എത്തി. ഏതാണ്ട് 9:30 മണി സമയമാകും. ഇവരൊക്കെ ഡ്രസ് മാറി ജോലി ചെയ്യാൻ നിൽക്കുമ്പോ ഞാൻ ഒരു മരത്തിന്റെ മുട്ടിൽ ഈ കാക്കിയുടെ നിക്കറ് കളഞ്ഞു കിട്ടിയ ബനിയനും ഇട്ടും കൊണ്ട് അവിടെ നിൽക്കിയ പലരിന്റെ മുഖത്ത് നോക്കിയിട്ട് അവർ തിരിഞ്ഞു നോക്കാതെ പോകാറുണ്ട്. ഒരു യവനക്കാരൻ സൈക്കിളിൽ പൊട്ടക്കൈയിട്ട് ചെവിയിൽ പൂവൊക്കെ വെച്ച ഒരു ബ്രാഹ്മണനായ ഒരു യൗവനക്കാരൻ 10-30 വയസ്സ് പ്രായത്തിനകത്തേ വരൂ. എന്റെ അടുക്കൽ വന്ന് നീ എവിടെന്നാ വന്നേന്ന് ചോദിച്ചു. ഞാൻ 2 കൈകൊപ്പി, സാറേ ഞാൻ പാറസാലയിൽ നിന്ന് വന്നതാ. ഹല്ലേലൂയ. നീ ഓടി ഒളിച്ചോ, വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതോ? ഇല്ല സാറേ, ഞാൻ ഹല്ലേലൂയ ജീവന് വേണ്ടി എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാ. ഹല്ലേലൂയ. എന്റെ ആദ്യത്തെ സാക്ഷ്യം തിരുവനന്തപുരം പൂജപ്പുരയിൽ ഒരു സൂപ്രേസൻ അടുത്താണ് ഈ സാക്ഷ്യം പറഞ്ഞത്. ഇന്ന് പറഞ്ഞ സാക്ഷ്യം തിരുവനന്തപുരം പൂജപ്പുരയിൽ ഒരു സൂപ്രേസൻ ഇതേ സാക്ഷ്യം ഞാൻ പറഞ്ഞു. അദ്ദേഹം കരഞ്ഞിട്ട് തൻ്റെ ഹോളിംഗ് ഗ്ലാസ് എടുത്ത് കർച്ചിവിടെ തുടയ്ക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഇടത് കയ്യെ പിടിച്ചുകൊണ്ട് പൂജപ്പുരക്കടുത്തൊരു പോറ്റിയോട്ടലുണ്ട്. എന്നെ കൊണ്ടുപോയി നീ കഴിച്ചോ? ഇല്ല. ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ചായയും മേടിച്ചത് വയർ നിറച്ച് കഴിച്ചിട്ടോ എൻ്റെ കൈക്ക് പിടിച്ച് നേരെ കൊണ്ടുവന്നിട്ട് അവിടുത്തെ കോൺട്രാക്ടറിനെ വിളിച്ചു. ഫിലിപ്പ് മേസിരിയെ എന്ന് ഉറക്കെ വിളിച്ചു. അദ്ദേഹം ജോലി ചെയ്ത് ഓടി വന്ന് എന്താ സാർ എന്ന് ചോദിച്ചു. ഈ മകന് നിങ്ങൾ ജോലി കൊടുക്കണം, ഇവിടത്തെ ജോലി തീരുവോളം ജോലി കൊടുക്കണം. നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം അവർ തിങ്കളാഴ്ച വന്നാൽ ശനിയാഴ്ച വൈകുന്നേരം പോകൂ, അവിടെ കഞ്ഞിയൊക്കെ വെച്ച് കഴിച്ച് കിടക്കുകയാ. ഇവർ നിങ്ങൾക്കുണ്ടാക്കുന്ന ആഹാരം കൊടുക്കണം, ഫ്രീ ആയി കാശറ്റല്ല, ശമ്പളം ഞങ്ങൾ കൊടുക്കും. സ്വോത്രം. ജോലി ചാന്തി ചമക്കാൻ, കട്ട ചമക്കാനല്ല. നിങ്ങൾക്ക് ചായ മേടിക്കാൻ, മുറുക്കാൻ മേടിക്കാൻ, സിഗരറ്റ് മേടിക്കാൻ, വെള്ളം കൊണ്ടുവരാൻ, അല്ലാതെ ചാന്തോ ചട്ടിയോ ചമക്കാൻ പിന്നെ വിടരുത് എന്ന് പറഞ്ഞു കേട്ടോ. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഇന്നത്തെ തിരുവനന്തപുരം പൂജപ്പുരയിൽ ലഘുവായ ജോലിയും കട്ടിയായ ശമ്പളവും എന്റെ ദൈവം എനിക്ക് തന്നു. സ്വതന്ത്രം. ലഘുവായ ജോലിയും കട്ടിയായ ശമ്പളവും 17 വയസ്സ് വരെ പൂജപ്പുരയിൽ ജോലി ചെയ്ത മനുഷ്യനാണ് ഞാൻ കേട്ടോ. ഹല്ലേലൂയ. കേട്ടോ. എല്ലാ ദിവസവും എല്ലാ ശനിയാഴ്ചയും എനിക്ക് ആ സൂപ്രൈസർ കമ്പനി തന്ന ശമ്പളം അത് പ്രൈസർ കവറിനകത്താക്കി അത് പിൻ ചെയ്ത് എൻ്റെ പ്രൈസലോട് നിക്കറിന്റെ പോക്കറ്റ് വെച്ച് വരും. എന്നിട്ട് ആ കൺട്രാക്ട് പാറസാല വരെ ട്രെയിനിന് ടിക്കറ്റ് എടുക്കും. അവിടെ വന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ പോകാൻ എൻ്റെ പോക്കറ്റിൽ കാശിടും. ആ കാശെടുത്ത് ഞാൻ വണ്ടി പോകത്തില്ല, അവിടെ നിന്ന് ഓടും. എനിക്ക് ഓടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നും എല്ലാ ദിവസവും 6-8 കിലോമീറ്റർ നടക്കുന്ന ആളാണ് ഞാൻ രാവിലെ. പ്രൈസ് ദി ലോർഡ്. ഓടും കേട്ടോ. പ്രൈസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ കിടക്കുന്ന ഷെഡ്, ആ ഭൂമി ഒരു ജമ്മിക്ക് വിധിയായി. കേസിൽ കിടന്ന വിധി ഫസലമാ. ജമ്മിക്ക് വിധിയായി. ഞാനില്ല, ഞാൻ ജോലിക്ക് വരികയല്ലോ. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, സരസ്വതി അമ്മേ പ്രൈസ് ഇസ്രായേൽ ജമ്മിക്ക്, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജമ്മിക്ക് ആ സ്ഥലം വിധിയായി. ജമ്മിയുടെ ഭാര്യ സരസ്വതി അമ്മയെയും മക്കളെയും അടിച്ചിറക്കും. അതുകൊണ്ട് വേറെ സ്ഥലം കണ്ടെത്തിക്കോ എന്ന് അവര് ബന്ധുക്കളൊക്കെ അറിയിച്ചു. എൻ്റെ അമ്മ കരയാൻ തുടങ്ങി. ഒരു ശനിയാഴ്ച വരുമ്പോൾ പറഞ്ഞു, മക്കളെ അടുത്ത ശനിയാഴ്ച വരുമ്പോൾ ഞങ്ങളിവിടെ ഇല്ലെങ്കിൽ പാസ്റ്റർ വന്ന് ചോദിക്കും, പാസ്റ്ററോട് ചോദിക്കണം, പാസ്റ്റർ പറഞ്ഞു തരും നമ്മൾ എവിടെ പോയെന്ന്. ഇവിടെ ചിലപ്പോൾ കാണത്തില്ല, ഞങ്ങൾ അടിച്ചോട്ടിക്കും എന്ന് പറയാനിടയായി. സത്യഗണ പിറ്റേ ആഴ്ചയിൽ ആ ജമ്മിയുടെ ഭാര്യ വന്ന് എൻ്റെ അമ്മയെ വിളിച്ചു, സരസ്വതി അമ്മ എന്ന് വിളിച്ചു. എൻ്റെ അമ്മ പേടിച്ച് വെളിയിറങ്ങി പറഞ്ഞു, നാളെ കുന്നത്തുകാൽ ദേശീയരാഫീസിൽ വരാൻ പറഞ്ഞു. അവിടെ ചെന്നു 10 സെന്റ് ഭൂമി എൻ്റെ അമ്മയുടെ പേരിൽ ദാനമായി എഴുതി കൊടുത്തു. സോദര ഇന്ന് ആ സ്ഥലത്താ കന്നാമൂടിൽ ചർച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് ആ സ്ഥലത്ത് ചർച്ചിരിക്കുന്നത് കേട്ടോ കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ 17ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ അതിനകത്തൊരു വീട് വെച്ചു. ഞാൻ കൊണ്ടുകൊടുക്കുന്ന കാശ് കൃത്യമായിട്ട് ദശാംശം പാസ്റ്ററിൽ കൊണ്ടുകൊടുക്കും. ബാക്കി കാശെടുത്ത് എൻ്റെ അമ്മ സ്വരിയിച്ചു. എൻ്റെ 3 സഹോദരങ്ങളും എൻ്റെ അമ്മയും ചേർന്ന് ചെളി ഉണ്ടാക്കി കട്ടയറുത്ത് അതിനകത്തൊരു വീട് പണി. ഈ 10 സെന്റ് ഭൂമിക്കകത്ത് അമ്മ കട്ടയറുത്ത് വീട് പണിത് 17ാമത്തെ വയസ്സ് തികയുന്ന ഒരു വ്യാഴാഴ്ച ദിവസം. ഹല്ലേലൂയ. എൻ്റെ അമ്മ പറഞ്ഞു, പാസ്റ്റേ എൻ്റെ മകൻ്റെ 17 വയസ്സ് തികയുന്ന അന്നേ ദിവസം വൈകുന്നേരം ഒരു ഭവനാരാധന. നമുക്ക് പാലുകാച്ച് വേണ്ട, പ്രതിഷ്ഠയായിട്ട് വേണ്ട, ഒരു ആരാധന. ശരി, അന്ന് വൈകുന്നേരം ഇപ്പോൾ ഞാൻ ജോലി കഴിഞ്ഞ് വന്നു. സഭയിലെ വിശ്വാസികളെല്ലാം വന്നു. ആമേ വരുന്നവരെല്ലാം അവരെ കസേരയുണ്ട്. ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പ്ലേറ്റ്, ഗ്ലാസ്, ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത സകല വസ്തുക്കളും ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസി കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ആരാധന കഴിഞ്ഞ് അവൻ്റെ 9 മണി ആരാധന കഴിഞ്ഞു. വിശ്വാസികൾ പോകുന്നതിന് മുമ്പേ എൻ്റെ അമ്മയെ സഹോദരൻ ഉണ്ടാക്കിയ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കൊടുത്ത് ചായയും കൊടുത്ത് അവർ കഴിച്ചിട്ട് അങ്ങ് പോയി. അവർ 10 മണി കഴിഞ്ഞപ്പോൾ അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് കാപ്പ് കുടിച്ചില്ല കേട്ടോ. ഞങ്ങൾ കസേരയ്ക്ക് വേണ്ടി, പ്ലേറ്റിന് വേണ്ടി, ഗ്ലാസ്സിന് വേണ്ടി ഞങ്ങൾ 4 മക്കളും തമ്മിൽ അടിവെച്ച് ഇരിക്കുമ്പോൾ ഏതാണ്ട് 10:30 മണിയാകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ വാതിൽക്കൽ വന്ന് ആരൊക്കെയോ കൈതട്ടി വിളിച്ചു, കഥ തട്ടി വിളിച്ചു, എൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു. ഞങ്ങൾ ലൈറ്റ് ഇട്ട്, ഞങ്ങൾക്ക് പഞ്ചായത്ത് നന്ന് 6 പോസ്റ്റ് ഇട്ട് ലൈറ്റ് ഫ്രീ തന്നു. ദൈവം വഴി തുറന്നാൽ അങ്ങനെയാ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ ഏതാണ്ട് 25-ലധികം വ്യക്തികൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വളഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ നടുവിലൊരു ഭ്രാന്തനായ മനുഷ്യനുണ്ട്. ഒരു ഭ്രാന്തനായ മനുഷ്യൻ നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായില്ല, എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായില്ല. ആ വന്ന വ്യക്തിയിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ ചോദിച്ചു, സരസ്വതി അമ്മ, ഈ മനുഷ്യനെ അറിയാമോ? എൻ്റെ അമ്മ പറഞ്ഞ് അറിയത്തില്ല. മോനെ ദേവരാജനെ നിനക്കറിയാമോ ഈ മനുഷ്യനെ? ഞാൻ പറഞ്ഞു അറിയത്തില്ല അങ്കിളെ. ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾക്ക് ഇവരെ അറിയാമോ? ആ മനുഷ്യൻ, ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ മൂത്ത മകൻ, ഇത് ഇളയ മകൻ, ഇളയ മക്കൾ. എൻ്റെ അമ്മ ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഭർത്താവ് എന്നല്ലേ പറഞ്ഞു? അതെ. ഇന്നേക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ന് 7 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പോയില്ലേ? അമ്മ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ എൻ്റെ പിതാവ് പറഞ്ഞു, നിന്നെ കൊല്ലാൻ, നിന്റെ മക്കളെ കൊല്ലാൻ കത്തിയും വിഷവും മേടിച്ചു കൊണ്ടുവന്നത് ഞാനാ. അന്ന് രാത്രി എൻ്റെ സുബോധം നഷ്ടപ്പെടുത്തി. ഞാൻ സുബോധമില്ലാത്തവനായി കഴിഞ്ഞ നാളുകൾ നടന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സുബോധം മടങ്ങി വന്നു. ഞാൻ എൻ്റെ ഭാര്യയും മക്കളെ അന്വേഷിച്ചു വന്നതാ. സ്വതരേ അപ്പൊ മനസ്സിലായി. മുടി വളർത്തി, താടി വളർത്തി, നഖം വളർത്തി, വസ്ത്രം കീറിയ മനുഷ്യൻ. ഞാൻ എൻ്റെ അമ്മയും കൂടെ ഈ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് കത്തി കൊണ്ട് തുണിയെല്ലാം അറുത്തു മാറ്റി ഞാൻ എൻ്റെ അമ്മയുമായി എൻ്റെ പപ്പയെ കുളിപ്പിച്ച് എൻ്റെ അമ്മയുടെ പപ്പയുടെ നടുവിൽ, അല്ലെ എൻ്റെ അമ്മയുടെ നടുവിൽ എൻ്റെ പപ്പയെ കിടത്തി ഉറക്കി. ആ വ്യാഴാഴ്ച രാത്രി കിടന്നുറങ്ങി. രാവിലെ ഒരു സൈക്കിൾ എടുത്ത് ബാർബറിന്റെ വീട്ടിൽ നിന്ന് ആള് കൊണ്ടുവന്ന് പപ്പയുടെ മുടി വെട്ടി ശബരം ചെയ്യിപ്പിച്ചു. സൈക്കിള് കൊണ്ട് ജവളിക്കടയിൽ ചെന്ന് കട തുറപ്പിച്ചു. മുണ്ടും ഷർട്ടും മേടിപ്പിച്ച് ഈ മനുഷ്യനെ ഉടിപ്പിച്ചു. പിറ്റേ ദിവസം വെള്ളിയാഴ്ചയാണ്. എൻ്റെ അമ്മ മുമ്പിൽ, പുറകെ പപ്പ. ഞങ്ങൾ 4 മക്കളുമായി ആ വെള്ളിയാഴ്ച ആ ചർച്ചിലേക്ക് ചെന്നു. അന്ന് കൂട്ടക്കരച്ചില 7 വർഷത്തിന്റെ പ്രാർത്ഥനയുടെ മറുപടി വന്ന ദിവസമാണ്. സ്വതരേ 3ാമത്തെ ഞായറാഴ്ച ആദ്യം വെള്ളക്കുളത്തിലിറങ്ങിയത് മന്ത്രവാദിയാണ്. സ്നാനപ്പെടാൻ 3ാമത്തെ ആഴ്ച മന്ത്രവാദി മുങ്ങി. 2ാമത് 4 മക്കൾ മുങ്ങി. സ്വതരേ സഹോദര, മന്ത്രവാദി മുങ്ങിയെങ്കിൽ നിനക്കെന്ത് മുങ്ങിക്കൂടാ? മന്ത്രവാദിയുടെ മക്കൾ മുങ്ങി, ക്രിസ്ത്യാനിയായ നിന്റെ മക്കൾ എന്ത് മുങ്ങിക്കൂടാ? മന്ത്രവാദിയുടെ മോനാ ഞാൻ മുങ്ങിയ നിനക്ക് മുങ്ങിക്കൂടാത്ത മുങ്ങ നാണം കടല്ലേ? പേര് ക്രിസ്ത്യാനി എന്ന്. ക്രിസ്ത്യാനി ആയ ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകട്ടെ. ആ എൻ്റെ പിതാവ് 86 വയസ്സ് വരെ ജീവിച്ചിരുന്നു.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എൻ്റെ വിശ്വാസിയായി എൻ്റെ പിതാവ് 86-ാമത്തെ വയസ്സിൽ തൻ്റെ പ്രാണനെ വിട്ടു ആമെ പ്രിയം വച്ച നാട്ടിലേക്ക് എത്തി. എൻ്റെ അമ്മയ്ക്ക് 79 വയസ്സുണ്ട്. എൻ്റെ വിശ്വാസിയാ. എൻ്റെ 3 സഹോദരങ്ങൾ, അവരുടെ കുടുംബം, അവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ എൻ്റെ വിശ്വാസിയാ. ദൈവദാസൻ 100 കണക്കിന് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ തൊട്ടടുത്തുന്ന മാരേജ് കഴിച്ച ഒരു പാവപ്പെട്ടൊരു പെൺകുട്ടി, പാപം പിടിച്ച കല്യാണം കഴിഞ്ഞ അന്ന് ഇത്രയും സ്നേഹമില്ല. സത്യം പറയാം പക്ഷേ, കല്യാണം കഴിഞ്ഞ അന്നേ ഞങ്ങൾക്ക് സ്നേഹമില്ല. ഇന്നാ ഞങ്ങളുടെ സ്നേഹം. പ്രൈസലോ പ്രൈസ്. കഴിഞ്ഞ പകൽ ഞാൻ പഠിപ്പിച്ചില്ലേ, പ്രായം ചെന്നാൽ പിന്നെ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, അലവൊട്ടി കവളൊട്ടി കണ്ണൊക്കെ കൊഴിഞ്ഞു. പ്രൈസ് അല്ല കേട്ടോ. നീ ഭർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം, ഭാര്യയെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം, മാതാവിനെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കണം. എൻ്റെ സഹോദരൻ്റെ വിശ്വാസിക, സഹോദരങ്ങൾ അവരെ കുടുംബന്റെ വിശ്വാസിയ, എൻ്റെ അമ്മായിയപ്പൻ അവരെ മക്കൾ, മരുമക്കൾ, കൊച്ചുമകളുടെ വിശ്വാസിയ. ഏത് ദേശത്ത് പാത്രമെടുത്തിരുന്നുവോ ആ ദേശത്ത് കർത്താവിൻ്റെ നിയമപ്പെട്ടകൻ ചുമക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ ധൈര്യത്തോടെ ഈ രാത്രി ഇവിടെ പ്രസംഗിപ്പാൻ എന്നെ ബലപ്പെടുത്തിയത്, ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടില്ല കേട്ടോ സഹോദരങ്ങളെ, ഒരു സ്കൂളിലും പഠിച്ചിട്ടില്ല. ഒരു ബോർഡും എനിക്ക് നോക്കാൻ അറിയത്തില്ല, ഒരു ബോർഡ് നോക്കാൻ അറിയത്തില്ല. സത്യം, ഒരക്ഷരം എൻ്റെ പേര് പോലും എനിക്കത് അറിയത്തില്ല. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കുന്നതാ, എന്നെ ശക്തീകരിക്കുന്നത്. എനിക്ക് എൻ്റെ സ്വന്തം കാര്യം പറയാനൊന്നുമില്ല കേട്ടോ. ദൈവം തന്നത് പറയാനാ ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്.